പിന്നെ പഴഞ്ചൊല്ലുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയണതാണ് അല്ലെ, എളുപ്പമുള്ള ഒരു ടോപ്പിക്കാണ് പഴഞ്ചൊല്ലുകൾ. നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആഷ്ലി വന്നൂല ലൈവ് ക്ലാസ്സിൽ ഒക്കെ ഭേദമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഡിസ്കസ് ചെയ്തൊക്കെ പോവാം. പഴഞ്ചൊല്ല് സിമ്പിൾ ടോപ്പിക്കാണ്, പക്ഷെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ആദ്യം തന്നെ ഞാൻ PYQs കൊണ്ടുവന്നിട്ടുണ്ട്, പഴഞ്ചൊല്ലിന്റെ PYQs കുറച്ചെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുമല്ലോ എങ്ങനെയാണ് ഈ പഴഞ്ചൊല്ലിന്റെ വിഭാഗത്തിന്. സമയം ഉണ്ടായിരുന്നില്ല. പഴഞ്ചൊല്ലിന്റെ വിഭാഗത്തിന് ചോദ്യം വരുന്നുള്ള ഒരു ഐഡിയ കിട്ടും. അതിനുശേഷം നമുക്ക് കുറച്ച് പഴഞ്ചൊല്ലുകളും ചോദിക്കാൻ സാധ്യതയുള്ളത് വർക്ക്ഔട്ട് ചെയ്യാം. അപ്പൊ ഹാപ്പി അല്ലേ എല്ലാവരും? ഒന്ന് ചിരിച്ചേ കാണട്ടെ, എന്നിട്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ശരി, നമുക്ക് പതുക്കെ പതുക്കെ തുടങ്ങാം. പോരട്ടെ. ശരി, അപ്പൊ നമുക്ക് തുടങ്ങാം കേട്ടോ. വായോ, എളുപ്പമുള്ള ടോപ്പിക്കാണ്, സിമ്പിൾ ടോപ്പിക്കാണ്. എല്ലാവരും ഉത്തരം പറയണേ. ഹാപ്പി. ശരി, ആദ്യം ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് PYQs ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഒന്ന് നോക്കി പോവാം. യാതൊരു പ്രയോജനവും ലഭിക്കാത്ത പ്രവൃത്തിനെ നമ്മൾ എന്തെന്നാ പറയാ? അതായത് അതിന് യോജിച്ച പഴഞ്ചൊല്ലേത് എന്നതാണ് ചോദ്യം. പുര കത്തുമ്പോൾ വാഴ വെട്ടുക, കടലിൽ കായം കലക്കിയ പോലെ, ഉണ്ട ചോറിൽ കല്ലിടുക, അല്പന അർദ്ധം കിട്ടിയാൽ അർദ്ധരാത്രിയിലും കുട പിടിക്കും. ഇതിൽ ഏതാണ് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത പ്രവൃത്തി എന്ന അർത്ഥത്തിൽ നമ്മൾ പറയുന്നത്? പറഞ്ഞോളൂ മക്കളെ. പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഇല്ല നമ്മൾ അത് ചെയ്തതുകൊണ്ട്. അത് ഏതാണ്? കടലിൽ കായം കലക്കിയ പോലെ എന്നുള്ളതാണ് അല്ലെ. കടലിൽ കായം കലക്കിയ പോലെ എന്നുള്ളതാണ് യാതൊരു പ്രയോജനവും ലഭിക്കാത്ത പ്രവൃത്തി എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? ശരി, ഇതായിരുന്നു നമുക്ക് ചോദിച്ച ഒരു ചോദ്യം. രണ്ടാമത്തെ നമുക്കൊന്ന് നോക്കാം. കാടിയായാലും മൂടി കുടിക്കണം. കാടിയായാലും മൂടി കുടിക്കണം എന്നതിന്റെ അർത്ഥം എന്ത് എന്നതാണ്. ഇല്ലായ്മ മറ്റുള്ളവരെ അറിയിക്കരുത്. കാടി മൂടി കുടിക്കണം. കാടി മറച്ചു വെച്ച് കുടിക്കണം. കാടി മൂടിയാണ് കുടിക്കേണ്ടത്. കാടി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അരിയുടെ വെള്ളം, അരിക്കാടി എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ്. അത് മൂടി കുടിക്കണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്തായിരിക്കും? നമ്മളുടെ കഷ്ടപ്പാട് മറ്റുള്ളവരെ അറിയിക്കരുത് എന്നുള്ളതാണ് അല്ലെ. നമ്മുടെ കഷ്ടപ്പാട് മറ്റുള്ളവരെ അറിയിക്കരുത് എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോ കഞ്ഞിവെള്ളം ഉപ്പിട്ട് കുടിക്കുകയായിരിക്കും, എന്നാലും നമ്മൾ കഞ്ഞിവെള്ളം എന്ന് പറയരുത്, റൈസ് സൂപ്പ് എന്നൊക്കെ പറയണം കുറച്ച് സ്റ്റാൻഡേർഡിൽ. നമ്മളെ വിഷമം ആരെയും അറിയിക്കരുത്, ഉള്ളത് കൊണ്ട് ഓണം പോലെ നമ്മൾ കഴിഞ്ഞുകൂടാന്നുള്ള രീതിയിൽ കേട്ടോ. റൈസ് സൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ മതി, കഞ്ഞിവെള്ളം എന്നൊന്നും പറയരുത്. ഇനി നമ്മൾ അടുത്തേക്ക് പോവാണ്. നോക്കിക്കേ, കൈ ആടിയാലേ വായാടൂ എന്നതിന്റെ അർത്ഥം എന്ത് എന്നതാണ് ചോദ്യം. കൈ ആടിയാലേ വായാടൂ എന്താ അത്? ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക, അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടൂ, ആവശ്യത്തിലധികം സ്വന്തമാക്കുക, പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഫലം അനുഭവിക്കുക. കയ്യാടിയാലേ വായാടൂ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പണിയെടുക്കണം അല്ലെ. നമ്മൾ പണിയെടുത്താൽ മാത്രമേ എന്തുള്ളൂ, ആഹാരത്തിനുള്ള വക കിട്ടുള്ളൂ എന്നുള്ളതാണ്. നമ്മളെല്ലാവരും ഇപ്പൊ കഷ്ടപ്പെട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നതും അതിന് തന്നെയാണ്. എന്തിനാണ്? നല്ലൊരു ജോലിയിലെത്തുക, നന്നായിട്ട് സാലറി, അല്ല നന്നായിട്ട് മീൻസ് നല്ലൊരു സാലറി കിട്ടുക, അതുകൊണ്ട് സ്വസ്ഥം ആയിട്ട് ആവശ്യമുള്ളത് കഴിച്ച് ഒരു വീടൊക്കെ ഉണ്ടാക്കി സ്വസ്ഥമായിട്ട് കഴിയാന്നുള്ളതാണ്. അപ്പോ കയ്യാടിയാലേ വായാടൂ എന്ന് പറഞ്ഞാല് അധ്വാനിച്ചാലേ ആഹാരത്തിന് വക കിട്ടും. അപ്പൊ ഓപ്ഷൻ എ നോക്കിയേ, ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഏത് പഴഞ്ചൊല്ലായിരിക്കും? ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് പഴഞ്ചൊല്ലായിരിക്കും? ഒന്ന് ഓർത്തെടുത്ത് പറഞ്ഞു നോക്കിയേ. ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കുക എന്ന് നമ്മൾ പറയും അല്ലെ. കൈ നനയാതെ മീൻ പിടിക്കുക എന്നുള്ളതാണ് ബുദ്ധിമുട്ട് സഹിക്കാതെ നേട്ടമുണ്ടാക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? അതന്നെ ശരിയാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ഒന്ന് നോക്കിയേ, അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. ഇതൊക്കെ ഞാനൊക്കെ എഴുതിയ എക്സാമിൽ ഉണ്ടായിരുന്നതായിരുന്നു. കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്നതിന്റെ അർത്ഥം എന്ത്? കൊച്ചിയുടെ മഹാത്മ്യം, കൊല്ലത്തിന്റെ വൈശിഷ്ട്യം എന്നാണ് കേട്ടോ. വൈശിഷ്ട്യം, സമയദോഷം, കാഴ്ചക്കുറവ്. ഇതിലേതാണ് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട? നമ്മൾ പണ്ടേ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. അത് കൊച്ചിയുടെ മാഹാത്മ്യമാണ് അല്ലെ. കൊച്ചിയുടെ മാഹാത്മ്യം വിളിച്ചോതുന്ന ഒരു പഴഞ്ചൊല്ലാണ് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട. ഈ കൊല്ലത്തിന്റെ വൈശിഷ്ട്യം പറയുന്നവരുണ്ടല്ലോ, അതറിയോ? അറിയുമായിരിക്കും. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് നമ്മൾ പറയൂ കേട്ടോ. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട, അത് കൊല്ലത്തിന്റെ വൈശിഷ്ട്യം പറയുന്നതാണ്. കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കൊല്ലത്തിന്റെ വൈശിഷ്ട്യം പറയുന്നതാണ് കേട്ടോ.
ശരി. കൊച്ചിയാണെങ്കിൽ കൊച്ചി, അതന്നെ. കൊല്ലമാണെങ്കിൽ കൊല്ലം. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്നതുകൊണ്ട് നേരത്തെ നമ്മൾ ഒരു പഴഞ്ചൊല്ലി ഇതുപോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു, കയ്യാടിയാലെ വായാട്. അതിനോട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ് ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ചേറ്റിൽ എന്ന് പറഞ്ഞാല് പാടത്തൊക്കെ ഉള്ള ചെളിയൊക്കെ ഇല്ലേ, അതിൽ കുത്തിയ കയ്യെ നമുക്ക് ചോറ്റിൽ കുത്താം. അതായത് പാടത്തൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് ചെളിയിൽ ഞാറൊക്കെ നട്ടാലേ അത് വളർന്ന് വലുതായി നെൽമണിയൊക്കെ കിട്ടിയിട്ട് നമുക്ക് ചോറുണ്ണാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ അതിന്റെ എന്തായിരിക്കും, അധ്വാനത്തിന്റെ മഹത്വം തന്നെയാണ് കേട്ടാ. ആയോധന കലയല്ല, ആരാധനയല്ല, വിളവിന്റെ സമൃദ്ധിയല്ല, അധ്വാനത്തിന്റെ മഹത്വം തന്നെയാണ് ഇതിലും വിളിച്ചോതുന്നത്. അപ്പൊ ഒന്ന് നോക്കിയേ, ചേറ്റിൽ എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെയാ പിരിക്കാൻ പറ്റാ മക്കളെ? ഒന്ന് ടപ്പ് ടപ്പ് എന്ന് പറഞ്ഞേ. ചേറ്റിൽ എന്ന് പറയുമ്പോ നമുക്ക് എങ്ങനെ പിരിച്ചെഴുതാൻ പറ്റും? ചേറ്റിൽ എന്ന് പറഞ്ഞാല് ചേറ് അധികം ഇല്ലാണ് അല്ലെ, ചേറ് അധികം ഇല്ലാണ് ചേറ്റിൽ. അപ്പൊ ചോറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ചോറിൽ എന്നുള്ള അർത്ഥത്തിലാണ്. ചോറ്റിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചോറ് അധികം ഇല്ലാണേ, ചോറ് അധികം ഇല്ലാണ്. ക്ലിയർ ആണല്ലോ ഇത് രണ്ടും? ശരിയാണ് കേട്ടാ, ശരിയാണ്. നമ്മൾ അടുത്തേക്ക് പോവാണ്. വേർ there is a will there is a way, എല്ലാവർക്കും അറിയുന്നതാണ് അല്ലെ. വേർ there is a will there is a way എന്ന പഴഞ്ചൊല്ലിന്റെ മലയാളം ഏത് എന്നതാണ്. കാക്കയും വന്നു പനമ്പഴവും വീണു, വേണമെങ്കിൽ ചക്കവേരിലും കായ്ക്കും, ഐകമത്യം മഹാബലം, ഇരുന്നുട്ടേ കാൽ നീട്ടാവൂ. ഏതാ കറക്റ്റ്? വേർ there is a will there is a way. ടപ്പട്ടപ്പേന്ന് പറഞ്ഞോ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും എന്നുള്ളതാണ് അല്ലെ. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കുമാണ്. കറക്റ്റ് ആണ്, കറക്റ്റ്. അടുത്തത്, ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്നർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏത് എന്നതാണ്. ഏതറിവും ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും. നെല്ലിൽ പതിരും ചൊല്ലിൽ പിഴവും, ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും, നിറകുടം തുളുമ്പില്ല, കോരിയ കിണറ്റിലെ വെള്ളമൂറു. ഏതാ? ഉപയോഗിക്കാതിരുന്നാൽ നശിച്ചു പോകും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ശരിയാണ് അല്ലെ. നമുക്കറിയാം, നമ്മള് അടുക്കളയിലൊക്കെ ചില കത്തികൾ മാത്രമേ നമ്മൾ എടുത്ത് ഉപയോഗിക്കുള്ളൂ. ചില കത്തികൾ നമ്മൾ അവിടെ എടുത്തു വെക്കും. കുറച്ച് ദിവസം, അതായത് മാസങ്ങളൊക്കെ കഴിയുമ്പോൾ അതും ഇങ്ങനെ ഒരു തുരുമ്പ് പിടിക്കണ പോലെ കാണും. കൈക്കോട്ട് എന്നൊക്കെ പറയില്ലേ, നമുക്ക് ഇളക്കാൻ ഉപയോഗിക്കുന്ന, അതൊക്കെ അങ്ങനെ ഉപയോഗിക്കാണ്ടിരുന്നെങ്കിൽ തുരുമ്പെടുത്തു പോകും അല്ലെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ അറിവ്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിച്ച കാര്യങ്ങൾ കുറച്ചു നാൾ പഠിക്കാണ്ടിരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ മറന്നു പോണ പോലെയാണ്. പിന്നെ കുട്ടികളൊക്കെ പഠിപ്പിച്ചു തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ വീണ്ടും പഠിച്ചു തുടങ്ങും. അപ്പൊ പഠിക്കും തോറും അറിവ് വർദ്ധിക്കും എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇരുമ്പും വിദ്യയും ഇരിക്കെ കെടും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ശരി. ഇനി അടുത്ത ചോദ്യം ഇതാണ്, അധ്വാന മഹത്വം ചോദിക്കുന്ന പഴഞ്ചൊല്ല്. അപ്പൊ അധ്വാനമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് ഓർത്തു വെക്കണേ. ഒരുമ തന്നെ പെരുമ, അണ്ണാൻ കുഞ്ഞും തന്നാലായത്, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ്, മിന്നുന്നതെല്ലാം പൊന്നല്ല. ഒന്ന് പറഞ്ഞേ, അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്നത്. സി, അനില, ആഷ്ലി, അനിത, മീര, ഷബ്ന, ഫസീല, ആവണി, ശ്രീന, നിഷ. എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം അധ്വാനത്തിന്റെ മഹത്വം വിളിച്ചോതുന്നത് അണ്ണാൻ കുഞ്ഞും തന്നാലായത് എന്നാണ്. കറക്റ്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കാണാം താളിയും ഒടുക്കാം. ഇപ്പൊ നമ്മൾ അമ്മൂമ്മമാര് കാണിക്കുന്നുണ്ടിട്ടില്ലേ, വീട്ടിലെ അച്ഛമ്മമാര് പാചകത്തിന്റെ ഒക്കെ നേതൃത്വം അവരായിരിക്കുമല്ലോ, അമ്മമാർക്കായിരിക്കുമല്ലോ. അപ്പൊ അവര് സീരിയല് കാണും. പണ്ട് കാലത്ത് അങ്കാണ് കാണാ, ഇപ്പൊ അവര് സീരിയല് കാണുമ്പോ ഒരു മുറത്തില് പയറും അത് ഇതൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ അരിന്ന് കണ്ടിട്ടില്ലേ, അതും കാണും ഇതും കാണും അല്ലെ. അപ്പൊ അതിന്റെ മീനിങ് എന്താണെന്ന് നമുക്കറിയാം. രണ്ട് കാര്യം ഒറ്റ പ്രവർത്തി കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ് അല്ലെ. രണ്ട് കാര്യം ഒറ്റ പ്രവർത്തി കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്. അംഗവും കാണാം താളിയും ഒടുക്കാം. നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ എന്താ ചെയ്യാ, അടുക്കളയിൽ നമ്മൾ രാവിലെ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിന്റെ ക്ലാസ് നമ്മൾ മൊബൈലിൽ ഇട്ട് വെച്ചിട്ട് കേൾക്കില്ലേ. അതെന്താ, നമ്മളുടെ ജോലിയും നടക്കും, അതിന്റെ ഒപ്പം നമ്മൾ അറിയാണ്ട് കാര്യങ്ങൾ പഠിച്ചു പോവുകയും ചെയ്യും അല്ലെ. അപ്പൊ രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തി കൊണ്ട് സാധിക്കുക എന്നുള്ളതാണ്. പലരുടെ ഫ്രിഡ്ജിന്റെ മുകളിലും ജനലിന്റെ സൈഡിലൊക്കെ ആയിരിക്കും അല്ലെ ടീച്ചേഴ്സ് ഇരിക്കുന്നുണ്ടാവുക. ഞാനും അങ്ങനെ തന്നെയായിരുന്നു. മുറ്റടിക്കാൻ പോകുമ്പോ വീടിന്റെ ചുറ്റും കൊണ്ടടക്കുമായിരുന്നു ഫോൺ. ശരി, അപ്പൊ നമ്മൾ അടുത്തേക്ക് പോവാണ്. സി, ഗ്രീഷ്മ, അഞ്ജു, എന്നെയൊക്കെ നിങ്ങൾ ഫ്രിഡ്ജും ഇരുത്താറുണ്ടാ? ശരി, അടുത്തേക്ക് പോവാം. ശരി ശരി ശരി, വായോ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം.
മെനി എ മിക്കിൾ മേക്സ് എ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? മെനി എ മിക്കിൾ മേക്സ് എ മക്കൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അധികമായാൽ അമൃതും വിഷം, അച്ചാർ കൂടിയാൽ സദ്യ കേമം, പലതുള്ളി പെരുവെള്ളം, ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്. നമുക്കറിയാലോ, പല തുള്ളി പെരുവെള്ളമാണ് അല്ലെ. പല തുള്ളി പെരുവെള്ളം എന്നതാണ്. ഇപ്പൊ നമ്മള് പഠിച്ചിരിക്കുന്ന ചെറിയ ചെറിയ അറിവുകൾ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ പരീക്ഷ എഴുതി വിജയിക്കാൻ പോണത് അല്ലെ. വരുന്ന LD-യിലും LP-UP-യിലും ഒക്കെ വലിയ ടൈപ്പിസ്റ്റ് ആയിക്കോട്ടെ, എല്ലാത്തിലും നമ്മൾ ടോപ്പ് റാങ്കിലേക്ക് വരാൻ പോണത് ഓരോ കുഞ്ഞു 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 അറിവുകൾ കൂട്ടിവെച്ചാണ് അല്ലെ. അപ്പൊ പലതുള്ളി പെരുവെള്ളം എന്നതാണ്. അടുത്തത് കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും. ഇത് വേണമെങ്കിൽ അത്ര അധികം കേട്ടിട്ടുണ്ടാവാൻ കേട്ടവരുണ്ടാവാം, എന്നാൽ അധികം അങ്ങനെ നമ്മൾ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന വിരുന്നും. എന്താ അതിന്റെ പ്രത്യേകത? അനവസരത്തിലെ പ്രവൃത്തിയാണോ, അവിചാരിതമായി എത്തിപ്പെടുന്നതാണോ, രണ്ടും പോകില്ല എന്നാണോ, അതോ വിളിക്കാത്ത സദ്യക്ക് ഉണ്ണാൻ പോവുക എന്നാണോ? അതാണ് നമ്മുടെ ചോദ്യം. കാലത്ത് വന്ന മഴയും അന്തിക്ക് വന്ന അതായത് സന്ധ്യക്ക് നമ്മളെ വീട്ടിലേക്ക് വിരുന്നുകാര് വരികയാണെന്ന് മിക്കവാറും ഇപ്പൊക്കെ രാത്രി എല്ലാവരും ഊണ് കഴിച്ചു പോകും. പണ്ട് കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു പിറ്റേ ദിവസമേ പോവുള്ളൂ അല്ലെ, വൈകിട്ടൊക്കെ വരികയാണെങ്കിൽ. അതുപോലെ തന്നെയാണ് മഴ കാലത്ത് തുടങ്ങിയാൽ എന്നുള്ള രീതിയാണ് കേട്ടോ. അപ്പൊ ഇത് ഏതാണ്? അനവസരത്തിലെ പ്രവൃത്തി അതൊന്നുമല്ല, രണ്ടും പോകില്ല എന്നതാണ്. കാലത്ത് വന്ന മഴയും പോവില്ല, അങ്ങനെ ചിനിങ്ങി വൈകുന്നേരം വരെ നിൽക്കും. അന്തിക്ക് വന്ന വിരുന്നുകാരനും പോവില്ല, പിറ്റേ ദിവസം ചായ കുടിച്ചിട്ടേ അവര് പോവുള്ളൂ. ശരി. പലരുടെ ജ്ഞാനവും ഒരാളുടെ ബുദ്ധിയുമാണ് പഴമൊഴി എന്ന് പറഞ്ഞതാരാണ്? ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം, എന്നാലും സാധ്യത കുറവാണ്. പലരുടെ ജ്ഞാനവും ഒരാളുടെ ബുദ്ധിയുമാണ് പഴമൊഴി എന്ന് പറഞ്ഞത് ഇതിൽ ആരാണ് എന്നതാണ് ചോദ്യം. റസൽ, അരിസ്റ്റോട്ടിൽ, ഉള്ളൂർ, MV വിഷ്ണു നമ്പൂതിരി. ഇതിൽ ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആരാ മക്കളെ? എല്ലാവരും ഉള്ളൂരിന്റെ ഒപ്പം പോവാ? അല്ല, റസലാണ് കേട്ടോ. റസലാണ്. റസൽ എന്ന് പറയുന്ന ആളാണ് അങ്ങനെ പറഞ്ഞത്, ഓർത്തു വെക്കണേ. പലരുടെ ജ്ഞാനവും ഒരാളുടെ ബുദ്ധിയുമാണ്. റസലാണ് കേട്ടോ. ഇതാണ് ഉത്തരം. പലരുടെ ജ്ഞാനവും ഒരാളുടെ ബുദ്ധിയുമാണ് പഴമൊഴി എന്ന് പറഞ്ഞത് റസലാണ് കേട്ടോ. റസലാണ്. PYQ ആണ് കേട്ടോ. PYQ ആണ്. ശരി, നമുക്ക് അടുത്തേക്ക് പോവാം. തിന്നത് തീരും കൊടുത്തത് തീരില്ല. സത്യാണ് അല്ലെ. തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്നുദ്ദേശിക്കുന്നത് എന്താണ്? തീറ്റയുടെ മഹാത്മ്യം, ദാനത്തിന്റെ മഹാത്മ്യം. തിന്നുന്നത് കൊടുക്കുമെന്നാണ്. തീറ്റയും കൊടുക്കലും വെറുതെയാണ്. ഏതാ കറക്റ്റ് മക്കളെ? പറഞ്ഞോളൂ. തീറ്റയുടെ മഹാത്മ്യമാണോ, ദാനത്തിന്റെ മഹാത്മ്യമാണോ, തിന്നുന്നത് കൊടുക്കുമെന്നാണോ, അതോ തീറ്റയും കൊടുക്കലും വെറുതെയാണ് എന്നതാണോ? ദാനത്തിന്റെ മഹാത്മ്യമാണ് അല്ലെ. കറക്റ്റ് ആണ്. അതായത് ഇപ്പൊ നമ്മളുടെ നമ്മൾ നല്ല ബിരിയാണി അത് ഇതൊക്കെ വെച്ച് കഴിക്കുമ്പോൾ ഇപ്പൊ അങ്ങനെ പട്ടിണി കിടക്കുന്നവരൊക്കെ വളരെ കുറവാണ്. എങ്കിലും അവർക്ക് നമ്മൾ ഒരു നേരത്തെ ആഹാരത്തിനുള്ള വക കൊടുക്കുകയാണെങ്കിൽ അത് അവര് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ നിന്ന് ആ ഒരു നമ്മളോടുള്ള ഒരു സ്നേഹവും സന്തോഷവും ഒരിക്കലും പോവില്ല എന്നുള്ളതാണ്. അവരുടെ പ്രാർത്ഥനകളിലും അവര് നമ്മളെ സ്മരിക്കും എന്നുള്ളതാണ് അല്ലെ. തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാനത്തിന്റെ മഹാത്മ്യമാണ് കേട്ടോ. ദാനത്തിന്റെ മഹാത്മ്യം. ഇനി പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണ് എന്ന് സൂചിപ്പിക്കുന്ന പഴഞ്ചൊല്ല്. ഉപ്പോളം വരുമോ ഉപ്പിലിട്ടത്, കാക്ക കുളിച്ചാൽ കൊക്കാകുമോ, കാക്കയ്ക്കും തൻകുഞ്ഞു പൊൻകുഞ്ഞ്, കാക്ക കണ്ടറിയും കൊക്കുകൊണ്ടേ അറിയൂ. ഏതാ കറക്റ്റ്? പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞോളൂ മക്കളെ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, നമ്മൾ ചെറുപ്പത്തിലേ പറയുന്നതാണ്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ എന്നതാണ്. കാക്ക കുളിച്ചാൽ കൊക്കാകുമോ. ശരിയാണ്. അടുത്തത് ബാഹ്യാലങ്കാരത്തിന്റെ ആവശ്യകത. ബാഹ്യാലങ്കാരം അതായത് തൊട്ടു മുന്നേ നമ്മൾ പഠിച്ചത് എന്താണ്? തൊട്ടു മുന്നേ നമ്മൾ പറഞ്ഞത് പുറമേ മോടി പിടിപ്പിക്കുന്നത് നിരർത്ഥകമാണ് എന്നാണ്. പക്ഷെ അടുത്തത് എന്താ വരുന്നത്? ബാഹ്യമായ അലങ്കാരത്തിന്റെ ആവശ്യകത ഏത് എന്നതാണ്. കുയിലിന് സൗന്ദര്യം സ്വരമാണ്, പല്ലൊത്താൽ പകുതിയൊത്തു, സ്വർണമായാലും വർണ്ണം വേണം, ചത്തുകിടന്നാലും ചമഞ്ഞു കിടക്കണം. ഏതാ കറക്റ്റ്? ബാഹ്യാലങ്കാരത്തിന്റെ സവിശേഷത അല്ലെങ്കിൽ ആവശ്യകത വിളിച്ചോതുന്നത് ഏത് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ചത്തു കിടന്നാലും ചമഞ്ഞു കൊടുക്കണം എന്നല്ല കേട്ടാ, ചമഞ്ഞു കിടക്കണം എന്നാണ്. ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ചത്തു കിടന്നാലും ചമഞ്ഞു കിടക്കണം, അതാണ് കേട്ടോ.
ബാഹ്യാലങ്കാരം, അതായത് കുറച്ച് അത്യാവശ്യം നമ്മളൊരു വൃത്തിക്കും വെടുപ്പിനും എപ്പോഴായാലും ഇരിക്കണം എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ അലങ്കോലമായിട്ട് നടക്കരുത്, ഇത്തിരി മെനക്കൊക്കെ നടക്കാം എന്നുള്ളതാണ്. അടുത്തത് അത്രേ ഉള്ളൂ. അത്രയുമാണ് PYQs ആയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ബാക്കി നമുക്ക് പറഞ്ഞു പോവാം. ചോദിക്കാൻ സാധ്യതയുള്ളതായിട്ടുള്ള കുറച്ച് പഴഞ്ചൊല്ലുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. ഈ പറയുന്ന വാചകങ്ങൾ തന്നെ ആയിരിക്കണം എന്നില്ല എക്സാമിന് ഉത്തരമായിട്ട് വരിക. ആശയം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ ഏറ്റവും സ്യൂട്ടബിൾ ആയ ആശയം ഏതാണോ അത് ടിക്കിട്ട് പോവാന്നുള്ളതാണ്. ഇത് തന്നെ ആയിരിക്കണം ഉത്തര പേപ്പറിൽ ഉത്തരമായിട്ട് വരാന്ന് നമുക്ക് വാശി പിടിക്കാൻ പറ്റില്ല. ക്ലിയർ ആണല്ലോ? ശരി. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞാൽ എന്താ? വേം പറഞ്ഞോ, ടപ്പേന്ന് പറഞ്ഞോ. സിമ്പിൾ ആണല്ലോ. കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞാൽ എന്താ? തന്നാൽ കഴിയുന്നതേ ചെയ്യാവൂ എന്നതാണ് അല്ലെ. ഇപ്പൊ ഒരാള് നമ്മൾ ജിമ്മിൽ പോകുമ്പോ അയാൾ ഒരു 30 കിലോത്തിന്റെ ഡമ്പൽ എടുത്ത് ചെയ്യുന്ന കണ്ടിട്ട് നമ്മൾ പോയി 30 എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തണ്ടലൊടിയുന്നുള്ളതാണ്. നമ്മൾ ആദ്യം 2.5 പൊക്ക പിന്നെ കൂട്ടിക്കൊണ്ടുവരാം കേട്ടാ. അപ്പൊ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നാൽ കഴിയുന്നതേ അതന്നെ തന്നാൽ കഴിയുന്നതേ ചെയ്യാവൂ എന്നതാണ്. കറക്റ്റ് ആണ്, എഴുതിയിടാം. അടുത്തത് വായിച്ചോളൂ. കുഴിയാന മതിച്ചാൽ കൊലയാനയാകുമോ എന്ന് പറഞ്ഞാൽ എന്താ? കുഴിയാന മതിച്ചാൽ കൊലയാനയാവുമോ? അതുപോലെ തന്നെയാണ് കൂനൻ മതിച്ചാൽ ഗോപുരം കുത്തുമോ എന്ന് പറഞ്ഞാൽ എന്താ? കുഴിയാന നമുക്കറിയാലോ, വീടിന്റെ എറക്കാലിയിൽ ഒരു കുഴി ഉണ്ടാവും. നമ്മൾ ഇങ്ങനെ മാന്തി നോക്കുമ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് കുഴിയാനനെ കിട്ടും അല്ലെ. റിവേഴ്സ് അടിച്ച് പോണത് മണ്ണിലേക്ക് റിവേഴ്സ് അടിച്ച് ആ കുഴിയാന മതിച്ചിട്ടുണ്ടെങ്കിൽ അത് ആരെങ്കിലും കൊലയാനയാവോ? ആരെങ്കിലും കൊല്ലൊക്കെ ചെയ്യുമോ? അത് അടഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ല. അതുപോലെ തന്നെയാണ് കൂനൻ മതിച്ചിട്ടുണ്ടെങ്കിലും അതാണ്. അപ്പൊ അതിന്റെ മീനിങ് എന്താണ്? അതിന്റെ മീനിങ് എന്തായിരിക്കും? ഞാൻ 2.5 മാറ്റി 5 പിടിച്ചു. ശരി, അതിന്റെ മീനിങ് എന്താ മക്കളെ? അതിന്റെ മീനിങ് എന്താ? നിസ്സാരന്മാര് എത്ര ശ്രമിച്ചാലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അല്ലെ. നിസ്സാരന്മാർ അത് അവർക്ക് തന്നെ ദോഷമായി തീരും എന്നുള്ളതാണ്. നിസ്സാരന്മാർ എത്ര ശ്രമിച്ചാലും വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? ഇതേ വാക്ക് വരണം എന്നില്ല, ആശയം നോക്കിയിട്ട് ഉത്തരേദ്യാ മതി. കരിവിറ്റ പണം കറുത്തിരിക്കുമോ എന്ന് പറഞ്ഞാൽ എന്താ? കരിവിറ്റ പണം, അതായത് നമ്മള് കരി എന്ന് പറഞ്ഞ കത്തിച്ചിട്ടുള്ള കരിയില്ല, ആ കരി വിറ്റ പണം കറുത്തിരിക്കുമോ എന്ന് പറഞ്ഞാൽ എന്താ? കരിവിറ്റ പണം കറുത്തിരിക്കുമോ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പറയൂ. ഇപ്പൊ എന്തൊരു തൊഴിലിനും ഇപ്പൊ നമ്മളെ നാട്ടില് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഓട്ടോറിക്ഷ ഡ്രൈവർമാരുണ്ട്, ഹോട്ടൽ ജോലിക്കാരുണ്ട്, മറ്റുള്ള വീടുകളിൽ വീട്ടുപണിക്ക് പോണ ആൾക്കാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് എന്താണ് മാസാവസാനം അവർക്ക് കിട്ടുന്നത്? പണമാണ് അല്ലെ. അപ്പൊ മാന്യമായ എന്ത് തൊഴിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് കിട്ടുന്ന പണത്തിന് എന്തുണ്ട്? മൂല്യമുണ്ട് എന്നുള്ളതാണ്. മനസ്സിലായോ? എത്ര താന്ന ജോലിയായാലും അതിൽ നിന്ന് കിട്ടുന്ന പണത്തിനും എന്തുണ്ട്? മൂല്യമുണ്ട് എന്നതാണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഞാൻ പറഞ്ഞത് ശരി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മാന്യമായ ഏത് തൊഴിൽ ചെയ്താലും കിട്ടുന്ന പണത്തിന് മൂല്യമുണ്ട് എന്നതാണ് കേട്ടോ. മാന്യമായ ഏത് തൊഴിൽ ചെയ്ത് നേടുന്ന പണത്തിനും മൂല്യമുണ്ട്. എൻ്റെ അച്ഛന് കൈക്കോട്ട് പണിയായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് എന്നെ മറ്റേ പാടൊക്കെ ഉണ്ടായിരുന്നു അന്ന്. പിന്നെ അതുകൂടാണ്ട് മറ്റുള്ള പറമ്പുകളിലും എൻ്റെ അച്ഛനൊക്കെ പണിക്ക് പോവായിരുന്നു. അപ്പൊ നമുക്ക് എന്നിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെയൊക്കെ പഠിപ്പിച്ചത്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ അതും നമുക്ക് അങ്ങനെ ആയ ജോലി ചെയ്താലും കിട്ടുന്നത് എന്താണ്? പണമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. ക്ലിയർ ആണല്ലോ? എന്ത് തൊഴിലിനും അതിൻ്റെതായ മാന്യതയുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പണത്തിനും എന്തുണ്ട്? മൂല്യമുണ്ട് എന്നുള്ളതാണ്. അത്രയേ ഉള്ളൂ. അടുത്തത് കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണോ എന്നതാണ്. കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണോ? പറഞ്ഞേ. കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണോ? പറ. മധുരമുള്ള ഒരു സാധനമാണ്. അത് നമ്മളോട് ആരെങ്കിലും കൽക്കണ്ടം എടുത്ത് നീ തിന്നോ എന്ന് പറഞ്ഞ് നിർബന്ധിച്ചാൽ മാത്രമേ നമ്മൾ തിന്നുള്ളൂ. അല്ലാലോ നമ്മൾ
ഓടിപ്പോയി തിന്നും അല്ലെ. പൂജയൊക്കെ കഴിയുമ്പോൾ നമുക്ക് മലരൊക്കെ കിട്ടും. മലര് അവിലൊക്കെ ഇട്ടിട്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തിട്ട് കിട്ടും. നമ്മൾ ആദ്യം എന്തുട്ടാ തിരയ അതിന്റെ അകത്ത്? ആദ്യം പോയിട്ട് കൽക്കണ്ടത്തിന്റെ തരിയാണ് അല്ലെ തെരഞ്ഞിട്ട് നമ്മൾ കഴിക്കുക. അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ട് നോർമലുള്ള എല്ലാവരും അങ്ങനെയാണ്. നമ്മളും കുട്ടികളായിരുന്നു അപ്പൊ അങ്ങനെയായിരുന്നു. അപ്പൊ അതിന്റെ മീനിങ് എന്താ? കൽക്കണ്ടം തിന്നാൻ, നല്ലത് ചെയ്യാൻ. അപ്പൊ അതിന്റെ മീനിങ് എന്തായിരിക്കും? നല്ലത്. എന്താ ആരും മിണ്ടാത്തെ? നല്ലത് ചെയ്യാൻ ശിപാർശ വേണ്ട എന്നുള്ളതാണ് അല്ലെ. നല്ലത് ചെയ്യാൻ ശിപാർശ വേണ്ട എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. നേരെ മറിച്ച് നമുക്ക് ഹെൽത്തിന് വേണ്ടിയിട്ട് കർക്കടക മാസത്തില് ഒരു ഉണ്ടയൊക്കെ ഉണ്ടാക്കുമല്ലോ നമ്മള്. കർക്കടക മാസത്തില് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉലുവയും കുറെ സാധനങ്ങളൊക്കെ മിക്സ് ചെയ്ത് കഴിക്കണ ഒരു ഉണ്ട ഉണ്ടാക്കും. അത് നമ്മൾ ഓടിപ്പോയിട്ട് എടുത്ത് കഴിക്കോ? ഇല്ല. നേരെ മറിച്ച് സ്വീറ്റ് ആയത് അല്ലെങ്കിൽ നല്ലത് നമ്മൾ ഓട്ടോമാറ്റിക് പോയിട്ട് എടുത്ത് തിന്നും. അടുക്കളയിലെ ടിന്നൊക്കെ കാലിയാക്കും. ക്ലിയർ ആണല്ലോ. കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണോന്ന് പറഞ്ഞ അത് തന്നെ സാധനം. അത് തന്നെ. കൽക്കണ്ടം തിന്നാൻ കൈക്കൂലി വേണോന്ന് പറഞ്ഞാല് നല്ലത് ചെയ്യാൻ ശിപാർശ വേണ്ട. ശിപാർശ എന്നാണ് കേട്ടോ പറയാ. ശുപാർശ എന്നല്ല, ശിപാർശ എന്നാണ്. ചിലപ്പോ പദശുദ്ധിയിൽ വരും. അതൊന്ന് ശ്രദ്ധിച്ചോ. നമ്മൾ അടുത്തേക്ക് പോവാണ്. പറഞ്ഞേ മക്കളെ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. എല്ലാവർക്കും അറിയുന്നതാണ്. പറഞ്ഞോളൂ. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ഇപ്പൊ നിങ്ങളൊന്ന് ചിന്തിച്ച്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം സ്റ്റാർ മാധവനാണ് കേട്ടോ. നമ്മളെ തമിഴിലെ മാധവൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ക്രഷാണ് മാധവനോട്. അപ്പൊ എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് മാധവന്റെ വീട് എന്ന് വിചാരിക്കും. ഞാൻ എല്ലാ ദിവസവും അയാളെ കാണും. അങ്ങനെയൊക്കെ ആണെങ്കിൽ എനിക്ക് ആ ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടാവോ? എന്റെ ആ മമ്മതിയൊക്കെ പോവോ അല്ലെ അയാളോടുള്ളത്. അപ്പൊ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? അടുത്തുള്ളതിന് ശ്രേഷ്ഠത ഉണ്ടാവില്ല എന്നുള്ളതാണ് അല്ലെ. അടുത്തുള്ളതിന് ശ്രേഷ്ഠത ഉണ്ടാവില്ല അല്ലെങ്കിൽ വില ഉണ്ടാവില്ല എന്നൊക്കെ ഉള്ളതാണ്. കറക്റ്റ് ആണ്. മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തുള്ളതിന് ശ്രേഷ്ഠത ഉണ്ടാവില്ല എന്നതാണ്. അടുത്ത വായിച്ചേ. പഴകെ പഴകെ പാലും പുളിക്കും എന്ന് പറഞ്ഞാൽ എന്താ? പഴകെ പഴകെ പാലും പുളിക്കും. പാലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു സമീകൃതാഹാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുടിക്കുന്നതാണ് പാല്. ആ പാലും കുറച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എന്താവും? പുളിക്കും. അതിന്റെ ഗുണങ്ങളൊക്കെ പോയി അതിന്റെ ടെക്സ്ചർ ഒക്കെ മാറും അല്ലെ. അപ്പൊ പഴകെ പഴകെ പാലും പുളിക്കും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും മക്കളെ? ഇരിക്കും തോറും പഴകും. അതായത് സഹവാസം സഹവാസം സ്നേഹമില്ലാതെ. അതങ്ങനെ പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ഏകദേശമായ ഒരു മീനിങ് ആണ്. നമ്മൾ സഹവാസം രണ്ടുപേരിങ്ങനെ സഹവാസം ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഇതൊക്കെ പൂന്ന് നമ്മൾ പറയില്ലേ? അതിപ്പോ എങ്ങനെയാ പറയാ? സഹവാസം സഹവാസം മൂല്യം കുറയ്ക്കും എന്നൊക്കെ നമ്മൾ പറയില്ലേ? സഹവാസം മൂല്യം കുറയ്ക്കും എന്നൊക്കെ നമ്മൾ പറയും കേട്ടോ. ഏകദേശം സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ. പരീക്ഷയ്ക്ക് ഉത്തരം വരുമ്പോ അതിന് യോജിച്ച ആശയം വരുന്നത് ഏതാണോ അത് കറപ്പിച്ചാൽ മതി. പഴകെ പഴകെ പാലും ആദ്യം പാലാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് പുളിച്ചു മോരാവും അല്ലെ. അതേപോലെ സഹവാസം മൂല്യം കുറയ്ക്കും എന്നുള്ളതാണ്. സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്ത പോയിന്റിലേക്ക് നമ്മൾ പോവാണ്. 19 കറക്റ്റ്. ശരി ശരി ശരി. നമ്മൾ അടുത്തേക്ക് പോവാണ്. ഈശ്വരായി കടാവിനെ കൊണ്ട് ഞാൻ തോറ്റ്. പറ. ഞാൻ അതൊക്കെ പറയാന്ന് വിചാരിച്ചതാ. പിന്നെ നിങ്ങൾ ഇനിയിപ്പൊ എന്തെങ്കിലും വിചാരിച്ചാല് നമ്മൾ പറയില്ലേ പുത്തനച്ചി പുരപ്പുറം തൂക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ചെല്ല ഭയങ്കര അടിച്ചുവാരല്, ദിവസേന വിളക്കെത്തിക്കല്, നാമം ചെല്ലല്, എല്ലാവർക്കും ഭസ്മം തൊടിക്കലൊക്കെ. പിന്നെ വിളക്ക് കാട്ടിയാലായി, അതായി ഇതായി. ശരി. അപ്പൊ നമ്മൾ പറഞ്ഞ പഴകെ പഴകെ പാലും പുളിക്കും എന്ന് പറഞ്ഞാൽ സഹവാസം മൂല്യം കുറയ്ക്കും എന്നുള്ളതാണ്. അടുത്തേക്ക് നമ്മൾ പോവാണ്. ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ചത്ത കുഞ്ഞിന്റെ ജാതകം നോക്കുക എന്ന് പറഞ്ഞാല് അതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ട്? ആ കുട്ടി മരിച്ചുപോയി, 10 വയസ്സിൽ കുട്ടി മരിച്ചുപോയി എന്ന് വിചാരിക്കും. പിന്നെ അത് 20 വയസ്സിൽ എന്താവും എന്നൊക്കെ നോക്കേണ്ട ഒരു കാര്യമില്ലല്ലോ. നിഷ്ഫലമായ പ്രവൃത്തിയാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രയോജനമില്ലാത്തത് അല്ലെങ്കിൽ നിഷ്ഫലമായ പ്രവൃത്തിയാണ്. കറക്റ്റ് ആണ്. പ്രവൃത്തിയാണ്, അതെല്ലാവർക്കും അറിയാലോ. നിഷ്ഫലമായ പ്രവൃത്തി. അടുത്തത് കൊല്ലക്കുടിയിൽ തൂശി വിൽക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഈ കൊല്ലന്മാരെ കുടിയിലാണ് അവർ ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. സൂചി മുതൽ വെട്ടുകത്തി അങ്ങനെ മെറ്റൽ സംബന്ധമായ എല്ലാം അവിടെ ഉണ്ടാക്കും. പിന്നെ നമ്മൾ അവിടെ കൊണ്ടുപോയിട്ട് സൂചി വിൽക്കേണ്ട കാര്യമുണ്ടോ?
ഇല്ല അല്ലെ. അപ്പൊ കൊല്ലക്കുടിയിൽ തൂശി വിൽക്കുക എന്ന് പറഞ്ഞാല് അതൊരു അനാവശ്യമായ പ്രവൃത്തിയാണ് അല്ലെ. അനാവശ്യമായ പ്രവൃത്തി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അനാവശ്യമായ ഒരു പ്രവൃത്തിയാണ് കൊല്ലക്കുടിയിൽ തൂശി വിൽക്കുക എന്നുള്ളത്. അടുത്തത് ആനയ്ക്കും അടിപിഴയ്ക്കും എന്ന് പറഞ്ഞാൽ എന്താ? ആനയ്ക്കും അടിപിഴയ്ക്കും എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആനയ്ക്കും അടിപിഴയ്ക്കും. ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്. അതിനും അടിയൊക്കെ പിഴയ്ക്കും. അതായത് വലിയവർക്കും അബദ്ധങ്ങൾ സംഭവിക്കും എന്നുള്ളതാണ് അല്ലെ. വലിയവർക്കും അബദ്ധങ്ങൾ, എല്ലാം തികഞ്ഞവരാരുമില്ല, എല്ലാവർക്കും എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകും എന്നുള്ളതാണ്. വലിയവർക്കും അബദ്ധങ്ങൾ സംഭവിക്കും എന്നതാണ്. ക്ലിയർ ആണല്ലോ. ഇത് മോളിലേക്ക് പോയി റിവൈസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയല്ലോ. സിമ്പിൾ അല്ലേ. ഇരിപ്പിടം കെട്ടിയ പടിപ്പുര കെട്ടാവൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? സി, ഗിൽഷ, ഷഫ്ന, ശ്രീലക്ഷ്മി 98. ഇരിപ്പിടം കെട്ടിയ പടിപ്പുര കെട്ടാവൂ എന്ന് പറഞ്ഞാൽ എന്താ? 19. ഗ്രീഷ്മ. സൂചി എന്നുള്ള രീതിയിലായിരിക്കും. സൂചി. അതെ, ഏത് പോലീസുകാരനും തെറ്റ് പറ്റും. പറഞ്ഞ് ഇരിപ്പിടം കെട്ടിയ പടിപ്പുര കെട്ടാവും. നമ്മൾ ആദ്യം തന്നെ വീട് പണിയും അല്ലെ. വീടൊക്കെ പണിത് ഫുൾ സെറ്റ് ആയിട്ടല്ലേ നമ്മൾ ചുറ്റുമതിലൊക്കെ കെട്ടിയിട്ട് ഗേറ്റ് ഒക്കെ പടിപ്പുരൊക്കെ വെക്കുള്ളൂ. അല്ലാച്ചാൽ നമുക്ക് സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ ആദ്യം നമ്മൾ വീട് കെട്ടാനാണ് ശ്രമിക്കുക. അതാണല്ലോ നമുക്ക് താമസിക്കേണ്ടത്. പിന്നെ മതിയിലോ പടിപ്പുരയും മറ്റേ സാധനങ്ങളൊക്കെ. അപ്പൊ എന്താണ് ഇരിപ്പിടം കെട്ടിയേ പടിപ്പുര കെട്ടാവൂ എന്ന് പറഞ്ഞാൽ പ്രധാനമായത് ആദ്യം ചെയ്യണം എന്നുള്ളതാണ് അല്ലെ. പ്രധാനമായത് ആദ്യം ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ. പ്രധാനമായത് ആദ്യം ചെയ്യണം. അടുത്തത് ആശാൻ 1 പിഴച്ചാൽ 51 പിഴയ്ക്കും ശിഷ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ? ഗുരുവിന്റെ തെറ്റ് അല്ലെ. ഗുരുവിന്റെ ഒരു തെറ്റ് ശിഷ്യരുടെ ധാരാളം തെറ്റിന് കാരണമായേക്കാം. ഗുരുവിന്റെ ഒരു തെറ്റ് ശിഷ്യരുടെ ധാരാളം തെറ്റിന് കാരണമായേക്കാം എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ആനയെ കാണാനും വെള്ളെഴുത്തോ എന്ന് പറഞ്ഞാൽ എന്താ? ഈ വെള്ളെഴുത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ലേ 40 വയസ്സ് കഴിയുമ്പോൾ നമുക്ക് വരുന്നതാണ് ലെൻസിന്റെ മറ്റേ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ സയൻസിൽ. അപ്പൊ ആനയെ കാണാനും വെള്ളെഴുത്തോ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? ആന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു ജീവിയാണ് അല്ലെ. നമുക്ക് എവിടെ നിന്നാലും കാണുന്ന ഒരു ജീവിയാണ്. അപ്പൊ ആനയെ കാണാനും വെള്ളെഴുത്തോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? നല്ലത് അല്ലെങ്കിൽ വലുത് എന്നുള്ള അർത്ഥത്തിലാണ്. നല്ലത് കാണാനും കണ്ണില്ല എന്നുള്ള രീതിയിലാണ് കേട്ടോ. അതായത് അത്രയും വീക്കാണെന്ന്. നല്ലത് കാണാനും കണ്ണില്ല എന്നുള്ള രീതിയിലാണ്. അത്രയും വലിയ വസ്തു ആയിരുന്നിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഒന്നേ ഉള്ളെങ്കിലും ഉലക്ക കൊണ്ടടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നേ ഉള്ളെങ്കിലും ഉലക്ക കൊണ്ടടിക്കണം. പറഞ്ഞേ. ഇവിടെ ആരാ ഒറ്റ മക്കളായിട്ടുള്ളത്? ഒറ്റ കുട്ടിയായിട്ടുള്ളത് ആരെങ്കിലും ഉണ്ടോ? അവിടെ ഒറ്റ കുട്ടിയായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേ. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒറ്റ കുട്ടികൾ മാത്രമായിട്ടുണ്ടോ? നിങ്ങൾ അവരെങ്ങനെയാ നോക്കണത്? അത്യാവശ്യ സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ വഴക്ക് പറയൊക്കെ വേണം കേട്ടോ. ഭാഗ്യം ഒറ്റ കുട്ടിയാണോ? ശരി, അതന്നെ. 77 അങ്ങനെയാണ് അല്ലെ. ഭയങ്കര കൊഞ്ചിച്ചാണോ വളർത്തിയത്? അതായത് നമ്മൾ സ്നേഹം നല്ലോണം കൊടുക്കണം. പക്ഷെ അടിക്ക് വഴക്ക് പറയുകയോ ചെയ്യേണ്ട സന്ദർഭങ്ങളിൽ നമ്മൾ വഴക്ക് പറയണം എന്നുള്ളതാണ്. പിന്നെ ഓവർ കെയർ കൊടുക്കരുത് കേട്ടോ. വല്ലാണ്ട് ഓവർ കെയർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിള്ളേര് ഇമോഷണലി ഭയങ്കര വീക്കായി പോകും. എന്റെ പോലെയൊക്കെ ആയി പോകും. എനിക്കൊക്കെ ചെറിയ എന്തെങ്കിലും കാരണം കിട്ടിയാൽ മതി ഭയങ്കര സങ്കടവും തലകറക്കവും അങ്ങനെയൊക്കെയാണ്. വീട്ടിൽ എനിക്ക് 3 ചേട്ടന്മാരാണ്. അപ്പൊ 3 ചേട്ടന്മാരും ഞാൻ മാത്രമേ ഉള്ളൂ കുട്ടിയായിട്ട് കുറെ വൈകിട്ടാണ് ഞാൻ ഉണ്ടായത്. അപ്പൊ എല്ലാവരുടെയും കൂടെ കെയർ കിട്ടി എനിക്കിപ്പോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മുഖം ഇതാക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എനിക്ക് വിഷമം വരും. ഭയങ്കര ബുദ്ധിമുട്ടാ അത്. ഇപ്പൊ കുറച്ചുകൂടെ ബോൾഡായി വരുന്നു. അതുകൊണ്ടാ പറയുന്നത് കുട്ടികളെ വിഷമങ്ങൾ ഫേസ് ചെയ്യാനും അവരെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. എല്ലാ സിറ്റുവേഷനും ഹാൻഡിൽ ചെയ്യാനായിട്ട് കുട്ടികളെ പഠിപ്പിക്കണം എന്നുള്ളതാണ്. ശരി, നമ്മൾ അടുത്തേക്ക് പോവാണ്. ഒന്നേ ഉള്ളെങ്കിലും ഉലക്ക കൊണ്ടടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കുട്ടികളെ ശിക്ഷിച്ച്, അതായത് കഠിനമായ ശിക്ഷ എന്നല്ല, ശിക്ഷിച്ച് വളർത്തണം എന്നുള്ളതാണ്. സംഭവം മനസ്സിലായിട്ടുണ്ടല്ലോ.
ശരി, നമ്മൾ അടുത്തേക്ക് പോവാണ്. എളിയ പുറത്തെ വാദം കോച്ചു എന്ന് പറഞ്ഞാൽ എന്താ? എളിയ പുറത്തെ വാദം കോച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? എളിയ പുറത്തെ വാദം കോച്ചു, അതായത് നല്ല ബോഡി നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്ന നല്ല ആരോഗ്യവാനായ ഒരാൾക്ക് വാദം ഒന്നും അങ്ങനെ പിടിപെടാൻ സാധ്യതയില്ല അല്ലെ. നേരെ മറിച്ച് ഒരു വീക്കായ ആൾക്കാർക്കാണില്ല, അതായത് ദുർബലന്മാർക്കേ എന്തുണ്ടാവുള്ളൂ? ദുർബലന്മാർക്ക് എന്തുണ്ടാവുള്ളൂ? പീഡകൾ ഉണ്ടാവുകയുള്ളൂ. ദുർബലന്മാർക്ക് പീഡകൾ ഉണ്ടാവുകയുള്ളൂ എന്നതാണ് കേട്ടോ. ദുർബലന്മാർക്ക് പീഡകൾ ഉണ്ടാവുകയുള്ളൂ. അടുത്തത് കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ നമ്മൾ ഇങ്ങനെ കാണുന്നു, എനിക്ക് നിങ്ങളുടെ ആരുടെയും യഥാർത്ഥ സ്വഭാവം അറിയില്ല, നിങ്ങൾക്ക് എന്റെയും യഥാർത്ഥ സ്വഭാവം അറിയില്ല. പക്ഷെ നമ്മൾ പാട്ട് പാടുന്ന ചിത്ര ചേച്ചി പറയുന്ന കേട്ടിട്ടില്ലേ? എപ്പോഴും ചിരിച്ചിരിക്കണതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ ചിത്ര ചേച്ചി പറഞ്ഞു, എനിക്ക് നന്നായിട്ട് ദേഷ്യം വരും, എന്റെ ഹസ്ബൻഡ് വിജയേട്ടൻ എന്നാണ്ടല്ലോ ആളുടെ പേര്, വിജയേട്ടൻ മാത്രമേ എന്റെ ദേഷ്യം കണ്ടിട്ടുള്ളൂ എന്നുള്ളതാണ് അല്ലെ. അപ്പൊ കൂടെ കിടക്കുന്നവനെ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞാൽ എന്താണ്? യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കണമെങ്കിൽ സഹവാസം വേണമെന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ സഹവസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വഭാവം അറിയുകയുള്ളൂ. കറക്റ്റ് ആണല്ലോ? ശരി, സഹവസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വഭാവം അറിയുകയുള്ളൂ. സഹവസിക്കുന്നവർക്ക് യഥാർത്ഥ സ്വഭാവം അറിയുകയുള്ളൂ. ക്ലിയർ ആണല്ലോ? യഥാർത്ഥ സ്വഭാവം അറിയുകയുള്ളൂ. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനത്തെ കുട്ടികള്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാല് ഇടിച്ചു കയറി ലൈനിന്റെ മുന്നിലൊക്കെ നിൽക്കുക പണ്ട് കേട്ടാ. ഇപ്പൊ എല്ലാവരും കറക്റ്റ് ലൈനൊക്കെ ആയിട്ട് പോകുന്നു. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞാല് മിടുക്കുള്ളവൻ അല്ലെ. മിടുക്കുള്ളവൻ, മിടുക്കുന്ന അതിനെ പറയാൻ പറ്റൂല. മിടുക്കുള്ളവൻ എപ്പോഴും എവിടെയായിരിക്കും? മുന്നിലായിരിക്കും. മിടുക്കുള്ളവൻ എപ്പോഴും മുന്നിലായിരിക്കും എന്നതാണ്. അവൻ ഇടിച്ചു കയറി എങ്ങനെയെങ്കിലും മുന്നിലെത്തും എന്നുള്ളതാണ്. ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, പാല്, ഇപ്പൊ പശു പാല് തരുന്ന നമുക്കറിയാലോ. അകിട്, പശു നമുക്ക് ഇങ്ങനെ പാല് തരികയാണ്. പക്ഷെ അവിടെ വന്നിട്ട് ഒരു കൊതുക് ഇങ്ങനെ പാറിപ്പറന്ന് വന്നിട്ട് പാലാണോ കുടിക്കുക? പാലിന് എന്താ വേണ്ട, കൊതുകിന് എന്താ വേണ്ടത്? അവിടുത്തെ രക്തം മതി അല്ലെ. അപ്പൊ എന്തായിരിക്കും? ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന് പറഞ്ഞാലും എന്തായിരിക്കും അതിന്റെ മീനിങ്? ഒന്ന് പറഞ്ഞേ നോക്കട്ടെ. നല്ലത് ചെയ്താലും കുറ്റങ്ങൾ പറയും. അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ പറയില്ലേ, കൊതുകിന് എന്തിനോടാണ് താല്പര്യം? പാലിനോടല്ല താല്പര്യം. എന്തിനാണ്? അതില് അവന്റെ എന്താ പറയാ, പാലാണ് നല്ലത്. പക്ഷെ പാല് കൊതുകിന് വേണ്ട. കൊതുകിന് എന്ത് തന്നെ മതി? രക്തം തന്നെ മതി എന്നുള്ളതാണ്. അപ്പൊ നോക്കിയേ, ദുഷ്ടന്മാർ എപ്പോഴും എന്തേ കാണുള്ളൂ? ദോഷമേ കാണുകയുള്ളൂ. പാലുണ്ട് അവിടെ, അതാണ് ഗുണമുള്ളത്. പക്ഷെ അതിന് വേണ്ട. ദുഷ്ടന്മാർ എപ്പോഴും എന്തേ കാണുകയുള്ളൂ? പോസിറ്റീവ്സ് ഒന്നും കാണില്ല, നെഗറ്റീവ്സേ കാണുള്ളൂ എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. മൂക്കു മുറിച്ച് ശകുനം മുടക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആങ്ങളെ ചത്താലും നാത്തൂൻ കരഞ്ഞു കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞിട്ടൊരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആങ്ങളെ ചത്താലും നാത്തൂന്റെ കണ്ണീര് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് ഒരു പഴഞ്ചൊല്ല് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതായത് സ്വന്തം ആങ്ങളെയാണ്, അത് മരിച്ചു പോയാലും കുഴപ്പമില്ല, എന്റെ നാത്തൂൻ കരയണത് എനിക്ക് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ നാട്ടിലൊക്കെ പറയാറുണ്ട്. അതെ, അതുപോലെ തന്നെയാണ് മൂക്കു മുറിച്ച് ശകുനം മുടക്കുക എന്ന് പറഞ്ഞാല് അവൻ പോണ കാര്യം വിജയിക്കരുത്. അപ്പൊ ബ്ലഡ് കാണിക്കണം ശകുനം മുടക്കാൻ. അപ്പൊ എന്ത് ചെയ്യും? ബ്ലഡ് കാണിക്കാൻ അവന്റെ മൂക്ക് തന്നെ മുറിച്ചിട്ട് ബ്ലഡ് കാണിച്ചു കൊടുക്കും എന്നുള്ളതാണ്. അപ്പൊ അതെന്താ? മൂക്ക് മുറിച്ച് ശകുനം മുടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എന്താ മക്കളെ? സ്വയം നാശം വരുത്തിയിട്ടാണ് അല്ലെ. സ്വയം നാശം വരുത്തി അന്യന് എന്തുണ്ടാക്കണം? സ്വയം നാശം വരുത്തി അന്യന് വലിയ നാശം വരുത്തുക എന്നുള്ളതാണ്. വലിയ നാശം
വരുത്തുക എന്നുള്ളതാണ്. സ്വയം നാശം വരുത്തിയിട്ട് അന്യനും നാശം വരുത്തുക എന്നുള്ളതാണ്. ഇനി ഇട്ടിയമ്മ മറിഞ്ഞാൽ കൊട്ടിയമ്പലത്തോളം എന്ന് പറഞ്ഞാൽ എന്താ? ഇട്ടിയമ്മ മറിഞ്ഞാൽ കൊട്ടിയമ്പലത്തോളം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സ്ത്രീകള് വീട്ടിൽ നമ്മൾ കിടന്ന് ചിലപ്പോ പിള്ളേരോടൊക്കെ ചീത്ത പറയും, ഹസ്ബൻഡിനോട് ഇടയ്ക്ക് ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ ഉണ്ടാവും അല്ലെ. അത് നമ്മളുടെ ഈ വീടിന്റെ 4 ചുവരിന്റെ ഉള്ളിൽ കഴിയാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമ്മ ഭയങ്കര നീറ്റായിട്ട്, അയ്യോ ഇത്ര നല്ല കുട്ടി ഉണ്ടാകുന്ന ആൾക്കാരൊക്കെ പറയും അല്ലെ, എന്തൊരു അടക്കോ ഒതുക്കവും വിനയൊക്കെയാണ് എന്ന് പറയും. അതെന്താ? അത് ഇട്ടിയമ്മ മറിഞ്ഞാൽ കൊട്ടിയമ്പലത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ എന്തായിരിക്കും മീനിങ്? സരിത ഇപ്പൊ അങ്ങനെയാണോ? ഇത് പറ, ഇട്ടിയമ്മ മറിഞ്ഞാൽ കൊട്ടിയമ്പലത്തോളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പറയ്. സ്ത്രീ സാമർഥ്യം വീട്ടിനുള്ളിൽ മാത്രം എന്നുള്ളതാണ് ടാസ്ക്. ഇപ്പൊ അങ്ങനെ ഒന്നല്ല, എന്നാലും നമുക്ക് അങ്ങനെ പഠിച്ചു വെക്കാം. സ്ത്രീ സാമർഥ്യം വീട്ടിനുള്ളിൽ മാത്രം എന്നുള്ളതാണ്. സ്ത്രീ സാമർഥ്യം വീട്ടിനുള്ളിൽ മാത്രം. പക്ഷെ ഇപ്പൊ അങ്ങനെ ഒന്നല്ല, പുറത്ത് പെണ്ണുങ്ങൾ നല്ല തന്റെ അടുത്തോടൊക്കെ നടക്കുന്നുണ്ട്. എങ്കിലും ഇട്ടിയമ്മ മറിഞ്ഞാൽ കൊട്ടിയമ്പലത്തോളം എന്ന് പറഞ്ഞാൽ സ്ത്രീ സാമർഥ്യം ആ വീടിന്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ്. അടുത്തത് നമ്മൾ നോക്കാണ്. ആടിനറിയാമോ, ആടിനറിയോ അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങാടി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് ആണ്. മാർക്കറ്റിൽ ഒരുപാട് കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. വിലപേശലുകളും അതും ഇതും, സാധനങ്ങൾ അങ്ങോട്ട് കൊടുക്കുക, അതിന്റെ റേറ്റ് പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്ന ഒരു ആടിന് ഇതെന്തെങ്കിലും അറിയാമോ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആടിനറിയുമോ അങ്ങാടി വാണിഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് എന്നതാണ് ചോദ്യം. അതന്നെ സാധനം, അതന്നെ ആഷ്ലി, കറക്റ്റ് ആണ്. നിസ്സാരന്മാർക്ക് എന്തറിയില്ല? വലിയ വലിയ കാര്യങ്ങളെ കുറിച്ചൊന്നും അറിയില്ല അല്ലെ നിസ്സാരന്മാർക്ക്. ഇപ്പൊ നമ്മളുടെ കൂടെ കുട്ടികൾ കടയിൽ വരുന്നു, നമ്മളുടെ കൂടെ അവരുടെ ചിന്ത എന്താണ്? ഒരു പോപ്പിൻസ് വേണം, ഒരു ലോലിപോപ്പ് വേണം. നമ്മൾ ചിന്തിക്കും പഞ്ചസാരക്ക് എന്ത് വില, 500 രൂപ കൊണ്ട് കടയിൽ പോയാൽ ഒരു സാധനം കിട്ടാനില്ല എന്നൊക്കെ നമ്മ ചിന്തിക്കും. നമ്മളെ കൂടെയുള്ള കിടാവിന് എന്താണ്? ഒരു ലോലിപോപ്പ്, അമ്മനൊന്ന് സോപ്പിട്ട് നോക്കാം, ഒരു കിൻഡർ ജോയ് കിട്ടിയില്ലെങ്കിൽ ഒരു ലോലിപോപ്പ്. അതാണ് കുട്ടികളുടെ ചിന്ത അല്ലെ. അപ്പൊ നിസാരന്മാർക്ക് നിസാരന്മാർക്ക് വലിയ കാര്യങ്ങളെ കുറിച്ച് ഒരറിവും ഇല്ല എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. നിസാരന്മാർക്ക് വലിയ കാര്യങ്ങളെ കുറിച്ച് ഒരറിവുമില്ല. അടുത്തതൊന്ന് വായിച്ചു നോക്കിയേ. ആടിയ കാലും പാടിയ വായും എന്തായിരിക്കും? കമന്റ് ചെയ്തോളൂ. നിസാരന്മാർക്ക് വലിയ കാര്യങ്ങളെ കുറിച്ച് അറിവില്ല. പറഞ്ഞേ മക്കളെ, ആടിയ കാലും പാടിയ വായും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ശീലിച്ചതേ പാലിക്കൂ എന്നുള്ള രീതിയിലാണ് ട്ടാ. ശീലിച്ചതേ പാലിക്കൂ എന്നുള്ള രീതിയിലാണ്. ശീലിച്ചതേ പാലിക്കൂ. അവരെന്താണോ അത്രയും നാൾ ചെയ്തു പോന്നിരുന്നത് അത് തന്നെ ഉണ്ടാവുള്ളൂ. കറക്റ്റ് ആണല്ലോ. ശരി. അളകുത്തിയാൽ ചേര, അളകുത്തിയാൽ എന്നും പറയും, അളമുട്ടിയാൽ എന്നും പറയും കേട്ടോ. 2 രീതിയിലും നമ്മൾ പറയും. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞേ മക്കളെ. അളമുട്ടിയാൽ ചേരയും കടിക്കും. ഷഫ്ന, 19, ആഷ്ലി, ഷഹന പറയൂ. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞാൽ എന്താ? ചിലര് മിണ്ടാപ്രാണികളായിരിക്കും അല്ലെ. അതന്നെ. ചിലര് സുദ്ദീൻ കറക്റ്റ് ആണ്. ചിലര് മിണ്ടാപ്രാണികളാണ്. ആരെയും ഒന്നും അങ്ങോട്ട് തിരിച്ചു പറയില്ല. പക്ഷെ കേട്ട് 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 സഹി കെട്ട് കഴിയുമ്പോ എന്ത് ചെയ്യും? ചിലപ്പോ ഒരൊറ്റ ഷൗട്ടിങ് ആയിരിക്കും നേരെ തിരിച്ച് അല്ലെ. അതന്നെ. അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണ്. എന്തെന്നാ നമ്മൾ പറയാ? അളമുട്ടിയാൽ ചേരയും കടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും സാധുക്കളും ഏറെ ഉപദ്രവമേറ്റാൽ എന്ത് വരും? ഏറെ ഉപദ്രവമേറ്റാൽ എന്ത് ചെയ്യും? തിരിച്ചടിക്കും എന്നുള്ളതാണ് അല്ലെ. സാധുക്കളും ഏറെ ഉപദ്രവമേറ്റാൽ തിരിച്ചടിക്കും എന്നുള്ളതാണ്. ആർക്കെങ്കിലും ചേരയുടെ കടിയൊക്കെ കിട്ടിയിട്ടുണ്ടോ? അണ കടന്ന വെള്ളം തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞാൽ എന്താ? അണ കടന്ന വെള്ളം തിരിച്ചു വരികയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിഞ്ഞ പ്രളയത്തിന് നമ്മൾ കണ്ടതാണ്. വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകി വന്നിട്ട് ഓരോ അണകളും തിണകളും ഒക്കെ ഇങ്ങനെ കടന്ന് 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 പോവാണ്. ആ വെള്ളം നമുക്ക് തിരിച്ചു കിട്ടുമോ? ആ വെള്ളം നമുക്ക് തിരിച്ച് റിവേഴ്സ് ഡാമിലേക്ക് കയറ്റി കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ അണ കടന്ന വെള്ളം തിരിച്ചു വരില്ല എന്ന് പറഞ്ഞാല് കഴിഞ്ഞ
കഴിഞ്ഞു പോയ കാര്യമാണ് അല്ലെ, കഴിഞ്ഞു പോയ കാര്യമാണ്. അത് നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ക്ലിയർ ആണല്ലോ? കഴിഞ്ഞു പോയ കാര്യം, കഴിഞ്ഞു പോയ കാര്യം അല്ലെങ്കിൽ തിരിച്ചു കിട്ടാത്ത കാര്യം, ഇതൊക്കെയാണ് അണ കടന്ന വെള്ളം തിരിച്ചു വരില്ല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരി. അടികൊള്ളാൻ ചെണ്ട, പണം വാങ്ങാൻ മാരാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അടികൊള്ളാൻ ചെണ്ട, പണം വാങ്ങാൻ മാരാർ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? പറഞ്ഞോളൂ. അടികൊള്ളാൻ ചെണ്ട, പണം വാങ്ങാൻ മാരാർ. പണിയെടുക്കുന്നത് ഒരാളാണ്, പക്ഷെ അതിന്റെ ഗുണം അനുഭവിക്കുന്നത് ആരാണ്? മറ്റൊരാളാണ് അല്ലെ. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? പണിയെടുക്കുന്നത് ഒരാളാണ്, ഗുണം അനുഭവിക്കുന്നത് അതന്നെ കഷ്ടപ്പെടുന്നത് ഒരാളാണ്, പണം വാങ്ങുന്നത് മറ്റൊരാളാണ്. കറക്റ്റ് ആണ്. കഷ്ടപ്പെടുന്നത് ഒരാളും ഗുണം അനുഭവിക്കുന്നത് മറ്റൊരാളും. അടുത്തത് വായിച്ചു നോക്കിയേ. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴിയെ അടിക്കാം. നമ്മൾ പറയും അല്ലെ, കുറെ നമ്മൾ ഉപദേശിച്ചു നോക്കും, ഒന്ന് നന്നാവും, നീ ഈ വഴി കൂടെ പോ, അതായത് നീ ഈ കാര്യം ചെയ്യും, ഇതിൽ നീ എന്തായാലും വിജയിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആള് സമ്മതിക്കില്ല. ആളുടേതായ ഇഷ്ടത്തിന് പോകും. അപ്പൊ കുറെ പറഞ്ഞിട്ട് സമ്മതിക്കാണ്ടാവുമ്പോ നമ്മൾ വിചാരിക്കും എന്നാ ആളാൾ ഇഷ്ടത്തിന് പോട്ടെ എന്ന് വിചാരിച്ച് വിട്ടുകൊടുക്കും അല്ലെ. അങ്ങനത്തെ ഒരു സംഭവം ഇല്ലേ നമ്മളെ ലൈഫിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. അടിച്ച വഴിയെ പോയില്ലെങ്കിൽ പോയ വഴി, അത് തന്നെ നല്ല മാർഗത്തിലേക്ക് വന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? അവരെ വഴിക്ക് വിടുക എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. നല്ല വഴി അനുസരിച്ചില്ലെങ്കിൽ ആഗ്രഹിക്കുന്ന വഴി വിടുക എന്നുള്ളതാണ്. നമ്മൾ കുട്ടികളും അങ്ങനെ തന്നെയാണ് അല്ലെ. നമ്മൾ പറയും ഇപ്പോ SLC കഴിഞ്ഞിട്ട് സയൻസ് എടുക്കണം എന്ന് നമ്മൾ പറയും, പക്ഷെ കുട്ടിയുടെ ഇഷ്ടം കോമേഴ്സ് ആയിരിക്കും. കൊമേഴ്സ് ചെയ്യുമ്പോൾ നമ്മൾ പറയും MBA എടുക്കണം, പക്ഷെ കുട്ടിയുടെ ഇഷ്ടം വേറെ ആയിരിക്കും അല്ലെ. അങ്ങനെയല്ലേ. അപ്പൊ അവരെ വഴിക്ക്, ഇപ്പൊ കൂടുതലും അങ്ങനെയാണല്ലോ, കുട്ടികളുടെ താല്പര്യത്തിനനുസരിച്ച് പഠിപ്പിക്കുക എന്നുള്ളതാണ്. അടുത്തേക്ക് നമ്മൾ പോവാണ്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊരു ടാർസൻ മൂവി കണ്ടിട്ടുണ്ടോ? കുറച്ച് മുന്നുള്ള ഒരു മൂവിയാണ്, നല്ല മൂവിയാണ്. ഇംഗ്ലീഷ് ഹൊറിസോല ടാർസൻ എന്നൊക്കെ പറഞ്ഞിട്ടൊരു മൂവി ഉണ്ട്. അതിൽ ടാർസനെ ഇവര് പോയിട്ട് ഇവരുടെ സിറ്റിയിലേക്ക്, ഇവരുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതുണ്ട്. എന്നിട്ട് ഇവരുടെ ബെഡിലും ഇവരുടെ ജീവിത രീതികളൊന്നും അവന് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അവൻ കാട്ടിലാണല്ലോ താമസിച്ചിരുന്നേ. അത് തന്നെ. ആ പട്ടയിൽ പിടിച്ച് മെത്തയെ കിടത്തിയാൽ കിടക്കുമോ എന്ന് പറയാൻ നല്ല മൂവിയാ. എന്തു ഭംഗിയാന്നറിയോ അവരെ രണ്ടുപേരെയും കാണാനായിട്ട്. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അതന്നെ, അർഹതയില്ലാത്തവർക്ക്. ബാംബു ബോയ്സ്, നമ്മുടെ മലയാളത്തില് കലാഭവമണി, കൊച്ചിൻ ഹനീഫ ടീംസിന്റെ അല്ലെ. ഇത് പരീക്ഷ ഒക്കെ കഴിയുമ്പോ ഈ ടാർസൻ മൂവി നിങ്ങൾ കണ്ടോക്കണം കേട്ടോ, അടിപൊളി മൂവിയാ. ശരി, നമുക്ക് നോക്കാം. അട്ടയെ പിടിച്ച് മെത്തയിൽ കിടത്തിയാൽ കിടക്കുമോ എന്ന് പറഞ്ഞിട്ട് എന്തെന്നാ പറയാ? അർഹത ഇല്ലാത്തവർക്ക് എന്ത് നൽകിയാലും അല്ലെ, എന്ത് നൽകിയാലും സ്വീകാര്യമാവില്ല എന്നതാണ്. സ്വീകാര്യമാവില്ല. അവര് ജീവിച്ച ചുറ്റുപാട് അതൊക്കെയാണ് അവർക്ക് താല്പര്യം അല്ലെ. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ, ആദിവാസികൾക്ക് നമ്മൾ വീട് പണിത് കൊടുക്കും, അങ്ങനെ. ഇപ്പൊ കുറെ പേരൊക്കെ താമസിക്കുന്നുണ്ട്, എന്നാലും ചില വിഭാഗങ്ങളൊന്നും അവർക്ക് തീരെ താല്പര്യമില്ലാണ്ട് ഇപ്പോഴും ആ ഗുഹയുടെ ഉള്ളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോല നായ്ക്കർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഇപ്പോഴും അവിടെ തന്നെയാണ് താമസിക്കുക. അങ്ങനെ മാറി താമസിക്കുന്നവർക്കും പൊരുത്തപ്പെടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അടുത്തത് നോക്കിയേ. അടിസ്ഥാനമുറച്ചേ ആരൂഢമുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? അടിസ്ഥാനമുറച്ചേ ആരൂഢമുറയ്ക്കൂ എന്ന് പറഞ്ഞാൽ എന്താ? അത് തന്നെ. ഇപ്പൊ നമ്മൾ പറയില്ലേ PSCക്ക് പഠിക്കുമ്പോ ബേസ് സ്ട്രോങ് ആക്കണം. ഏതൊരു ക്ലാസ് എടുത്ത് നോക്കിയാലും കേൾക്കാം ബേസ് സ്ട്രോങ് ആക്കണം എന്ന് പറയാം. അതായത് അടിത്തറയ്ക്ക് ഉറപ്പ് വേണം അല്ലെ. അടിത്തറയ്ക്ക്, അതന്നെ കറക്റ്റ് ആണ്. അടിത്തറ നന്നാക്കണം എന്നുള്ളതാണ്. അടിത്തറ
ഉറപ്പുള്ളതാവണം അല്ലെ. അടിത്തറ ഉറപ്പിക്കണം എന്നുള്ളതാണ്. എന്നാലും മാത്രമേ മുകളിലേക്ക് കെട്ടിയാൽ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒക്കെപ്പാട് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴും. ന്യൂസിലൊക്കെ നമ്മൾ കേൾക്കാറില്ലേ, സിമെന്റും കമ്പിയൊക്കെ കുറച്ചിട്ട് വാർത്തിട്ട് വാർക്കയുടെ അത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീണു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ലേ. അടിസ്ഥാനം ഉറച്ച് ആരുടെ മുറയ്ക്കൂ എന്ന് പറഞ്ഞാല് അടിത്തറ ഉറപ്പിക്കണം എന്നുള്ളതാണ്. അടുത്തേക്ക് നമ്മൾ പോവാണ്. അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു വൈദ്യശാലയിൽ ചെന്നു, കഷായത്തിന് നമുക്ക് മരുന്ന് വേണം, അപ്പൊ നമ്മള് അതെടുക്കോ ഇതെടുക്കോ, കുറുന്തോട്ടി വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുമ്പോൾ അവിടെ നിൽക്കണ ചെക്കൻ അതെടുത്തിട്ട് ഇതാണോ കുറുന്തോട്ടി അതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളോട് വന്ന് ചോദിക്കുകയാണ്. അവന് തന്നെ വലിയ നിശ്ചയമില്ല അല്ലെ. അപ്പൊ അങ്ങാടി മരുന്നോ പച്ചമരുന്നോ എന്ന് പറഞ്ഞാല് എന്താണ്? അറിവുള്ളവനാണോ അറിവില്ലാത്തവനാണോ? യഥാർത്ഥ അറിവ് ഉള്ളവനാണോ ഇല്ലാത്തവനാണോ? ഇല്ലാത്തവനാണ് അല്ലെ. യഥാർത്ഥ അറിവ് ഇല്ലാത്തവനാണ്. കറക്റ്റ് ആണല്ലോ. യഥാർത്ഥ അറിവ് ഇല്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലാണ്. ശരി. പുര വിഴുങ്ങുന്ന പിശാചിന് കഥകൊരു പപ്പടം എന്നാ പറയുന്നത്. ഇപ്പൊ നമ്മളുടെ വീട്ടിലേക്ക് നമ്മൾ കഥ പറഞ്ഞു കൊടുക്കൂലേ ഉണ്ണികൾക്കൊക്കെ. അപ്പൊ നമ്മൾ പറയാണ് വലിയ ഒരു രാക്ഷസം വന്നു, രാക്ഷസം വന്നിട്ട് നമ്മളെ വീടിന്റെ ഉള്ളിലേക്ക് കടക്കാണ്ടിരിക്കാൻ നമ്മൾ വാതിലിന് പകരം പപ്പടം വെച്ചോട്ടിച്ചിരിക്കുകയാണ്. പക്ഷെ ഈ രാക്ഷസന് എന്ത് പറ്റും? ആ വീടിനെ അപ്പാടെ വിഴുങ്ങാൻ പറ്റും. അപ്പൊ ഈ പപ്പടം വെച്ചോട്ടിച്ച ഡോറൊക്കെ ആൾക്ക് എന്താണ്? നിഷ്പ്രയാസം തകർക്കാൻ പറ്റും അല്ലെ. പുര വിഴുങ്ങുന്ന പിശാചിന് കഥകൊരു പപ്പടം എന്ന് പറഞ്ഞാൽ അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? അതന്നെ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെറിയ കഥ നിസാരം എന്നതാണ്. ഇപ്പൊ ഇത് തന്നെ നോക്കിയേ, പഴഞ്ചൊല്ലുകളൊക്കെ നിങ്ങൾക്ക് നിസ്സാരാണ്. ഇതിന്റെ അപ്പുറം പഠിച്ച ടീംസ് ആണ് എന്റെ മുന്നിൽ ഇരിക്കുന്നത്. അപ്പൊ പുര വിഴുങ്ങുന്ന പിശാചിന് കഥകൊരു പപ്പടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെന്നാ നമ്മൾ പറഞ്ഞത്? അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? വലിയ കാര്യം ചെയ്യുന്നവർക്ക് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നിസാരമാണ് അല്ലെ. ശരിയാണ്. ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നവരോട് ഒരു ചമ്മന്തി ഒക്കെ അരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അത് സിമ്പിൾ ആണ് അല്ലെ. വലിയ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ചെറിയ കാര്യങ്ങളൊക്കെ എന്താണ്? നിസ്സാരമാണ് അല്ലെങ്കിൽ നിഷ്പ്രയാസം സാധിക്കും എന്നുള്ളതാണ്. ചെറിയ കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിക്കാം. ശരി. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞാല് എന്താണ് മക്കളെ? പറഞ്ഞോളൂ. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞാല് പറഞ്ഞേ. ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മക്കളെ? നമുക്കൊരു പണ്ട്, ഇപ്പൊ എനിക്ക് അങ്ങനെ അറിയാൻ പറ്റുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ. കുറച്ചുനാൾ മുന്നൊക്കെ വരെ നമുക്കൊരാളെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഏകദേശം അയാളുടെ ഒരു സാമ്പത്തിക സ്ഥിതി അയാളുടെ ആ കെട്ടിലും മട്ടിലും രൂപത്തിലും ഒക്കെ ഉണ്ടാവും അല്ലെ. അങ്ങനെയല്ലേ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞ. അപ്പൊ അയാള് ഏകദേശം ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിന്നായിരിക്കും അയാൾ വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നായിരിക്കും അയാൾ വരിക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഉണ്ണിയെ കണ്ടാൽ അറിയാം ഊരിലെ പഞ്ഞം എന്ന് പറഞ്ഞാൽ ഒരാളെ കണ്ടാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ചുറ്റുപാടുകൾ മനസ്സിലാക്കാം എന്നുള്ളതാണ്. ചുറ്റുപാടുകൾ മനസ്സിലാക്കാം രൂപം കൊണ്ട്. ഇപ്പൊ പക്ഷെ പറ്റില്ല, എല്ലാവരും നന്നായിട്ടാണ് നടക്കണത് അല്ലെ. അപ്പൊ നമുക്ക് കണ്ടാലൊന്നും മനസ്സിലാവില്ല എന്നുള്ളതാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഉണ്ണാനില്ലാഞ്ഞിട്ട് വിത്ത് കുത്തി ഉണ്ണുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമ്മൾ ഈ വിത്ത് എന്തിനാ സൂക്ഷിച്ചു വെക്കുന്നത്? വിത്ത് ഒരു കരുതൽ ധനമായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നതാണ്. വിത്ത് എന്ന് പറഞ്ഞാൽ ഒരു കരുതൽ ധനമായിട്ട് അടുത്ത വർഷം നടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വിത്തൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത്. പക്ഷെ ഈ വർഷം തന്നെ നമുക്ക് കഴിക്കാനില്ലാണ്ടാവുമ്പോ ആ വിത്ത് എടുത്തിട്ട് നമ്മൾ കുത്തി അരിയാക്കി ഉണ്ണുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എന്താ ഉണ്ണാനില്ലാഞ്ഞിട്ട് കരുതൽ ധനം ചിലവ് ചെയ്യുക എന്ന് പറയില്ലേ നമ്മള്. കരുതൽ ധനം ചിലവ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കരുതി വെച്ചിരിക്കുന്നതാണ്. ചിലർ എന്ത് ചെയ്യും? ബാങ്കിലൊക്കെ അല്ലെ, നമുക്കിപ്പോ സാലറിന്ന് ഇപ്പൊ എനിക്ക് 5000 രൂപ സാലറി കിട്ടണമെങ്കിൽ ഞാൻ ഒരു 500 രൂപ ബാങ്കിൽ കൊണ്ട് ഇടാണ് എനിക്കൊരു സേവിങ്സിന് വേണ്ടിയിട്ട്. പക്ഷെ ലാസ്റ്റ് എന്താ പറ്റുന്നത്? ആ പൈസയും കൂടെ ഞാനെടുത്ത് ചെലവാക്കാണ്. എന്റെ മാസ ഇത് മുട്ടിപ്പോവാണ്ട്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് വരുമാനം കൂടുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്ന് പറയണം കേട്ടോ. വരുമാനം കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മളുടെ ചെലവില്ലേ, ചെലവ് വീട്ടു ചെലവ് ആയിക്കോട്ടെ, കൂടുവോ കുറയോ ഒന്ന് പറഞ്ഞേ. നോർമലി നിങ്ങൾ എല്ലാവരും ഒരുവിധം വീട്ടമ്മമാരായിരിക്കും അല്ലെ.
ഇപ്പൊ നിങ്ങളുടെ ഹസ്ബൻഡോ നിങ്ങളോ ആയിക്കോട്ടെ 1000 രൂപയാണ് നമുക്ക് ആ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അതിനനുസരിച്ചായിരിക്കും ചെലവാക്കുക. നേരെ മറിച്ച് അത് 1500 2000 ആയിട്ട് കൂടണമെങ്കിൽ ചെലവ് കൂടോ കുറയോ? കൂടും. സത്യല്ലേ? ഓട്ടോമാറ്റിക് നമുക്ക് അപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങാനാ പിടിക്കാനാ അങ്ങനെയൊക്കെ ഒരു തോന്നൽ വരും അല്ലെ? പക്ഷെ അത് നിയന്ത്രിക്കണം കേട്ടാ. ഞാൻ എന്നോട് തന്നെ പറയുന്നതാണ്, അത് നിയന്ത്രിക്കണം. അത് അത്ര നല്ലതല്ല. അപ്പൊ ഉണ്ണാനില്ലാഞ്ഞിട്ട് വിത്ത് കുത്തി ഉണ്ണുക എന്ന് പറഞ്ഞാല് കരുതൽ ധനം ചെലവഴിക്കുക എന്നതാണ്. അതന്നെ 3000 ആകും. 1000 മൈനസിൽ പോവും അല്ലെ? ശരി ശരി, ഓക്കെ. കരുതൽ ധനം കരുതൽ ധനം ചെലവഴിക്കുക എന്നതാണ്. കരുതൽ ധനം ചെലവഴിക്കുക എന്നതാണ്. കറക്റ്റ് ആണ്. ഇനി നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞാൽ എന്താണ്? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞാൽ, പണ്ടൊക്കെ നമ്മളെ നീർക്കോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാമ്പുണ്ടല്ലോ കുളത്തിൽ വെള്ളത്തിലൊക്കെ കാണുന്നതല്ലേ നീർക്കോലി. വിഷം ഉണ്ടാവില്ല, എങ്കിലും നമ്മൾ പണ്ടൊക്കെ വൈദ്യന്മാരെ അടുത്തല്ലേ പോവാ, അവര് മരുന്നൊക്കെ വെച്ച് കിട്ടും. എന്നിട്ട് നമ്മളോട് പറയും രാത്രി ഭക്ഷണം കഴിക്കരുത്, ഉറങ്ങുകയും ചെയ്യരുത് എന്ന് പറയും. അപ്പൊ നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റു ദോഷങ്ങൾ മരിച്ചു പോകുന്നില്ല, പക്ഷെ നമ്മൾ അത്താഴം മുടങ്ങി നമ്മൾ ബുദ്ധിമുട്ടിലാവും എന്നുള്ളതാണ്. അത്താഴം മുടങ്ങുന്നത് മാത്രമല്ല അല്ലാണ്ട് മറ്റുള്ള ബുദ്ധിമുട്ടുകൾ. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? എന്തെന്ന് നമുക്ക് പറയാൻ പറ്റും മക്കളെ? അതന്നെ, നിസാരക്കാരനും ഉപദ്രവം ഉണ്ടാക്കാം എന്നുള്ളതാണ്. നിസാരന്മാർ വിചാരിച്ചാലും ഉപദ്രവങ്ങൾ ഉണ്ടാക്കാം. നിസാരന്മാർ വിചാരിച്ചാലും ഉപദ്രവം ഉണ്ടാക്കാം എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. ശരി, നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. താൻ പാതി ദൈവം പാതി. ഇപ്പൊ നമ്മൾ വിശ്വസിക്കണം അങ്ങനെയാണ് അല്ലെ? ഇപ്പൊ നമ്മള് പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കുക. പരീക്ഷാ ഹാളിൽ അതൊക്കെ നമ്മൾ ഓർമ്മയിലേക്ക് കൃത്യമായി ദൈവം കൊണ്ടുതരും എന്നുള്ളൊരു വിശ്വാസത്തിൽ നമ്മൾ എല്ലാവരും പഠിച്ചു പോവാണ് അല്ലെ? അപ്പൊ താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? താൻ പാതി ദൈവം പാതി. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം, ദൈവത്തിൻ്റെത് ദൈവം തരും, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളതാണ്. ശരിയാണ്. നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യണം എന്നുള്ളതാണ് അല്ലെ? നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്യണം, ദൈവം പിന്നെ ആ നേരത്ത് നമുക്കെല്ലാം കൊണ്ടുതരും. ഇനി എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എലിയെ തോൽപ്പിച്ച് ഇല്ലം ചുടുക എന്ന് പറഞ്ഞാല് ഒരു വീട്ടിൽ നിറയെ എലികളാണ്, നമുക്ക് എലിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഗമ്മോ എലിക്കണ്ണിയോ മറ്റു സാധനങ്ങളോ എലിവിഷം ഒന്നും ഉപയോഗിക്കാണ്ട് നമ്മൾ വീട് തന്നെ കത്തിച്ച് കളയാണ് അല്ലെ? അതിന്റെ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ വലിയ വലിയ ദോഷങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. എലിനെ മാത്രം കൊന്നാ മതി, പക്ഷെ നമ്മൾ വലിയ ദോഷമായിട്ട് വീടടക്കം കത്തിക്കുകയാണ് അല്ലെ? ചെറിയ കാര്യങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാക്കുക എന്നതാണ്. കറക്റ്റ് ആണ്. എല്ലാവർക്കും അറിയണതാണ് അല്ലെ? പഴഞ്ചൊല്ല് ശരിക്കും നമുക്ക് എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, എങ്കിലും ഞാൻ കവർ ചെയ്ത് പോയാണ്. ശൈലി പഴഞ്ചൊല്ല് എന്ന് പറഞ്ഞിട്ടൊരു സെക്ഷൻ ഉണ്ടല്ലോ, ചെറിയ കാര്യങ്ങൾക്ക് വലിയ ദോഷം ഉണ്ടാക്കുക എന്നതാണ്. ശരി, അടുത്തത് നമുക്ക് നോക്കാം. ഉറുമ്പിന് എറവെള്ളം സമുദ്രം. ഇത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ PYQല്. ഉറുമ്പിന് എറവെള്ളം സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എറവെള്ളം എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടെ? നമ്മളുടെ ഓടുമെന്നൊക്കെ ഇങ്ങനെ ഇറ്റിറ്റിറ്റിറ്റ് എറയത്ത് ഇങ്ങനെ മണ്ണിൽ ഇങ്ങനെ ഊട്ടുണ്ടാക്കിയിട്ട് വെള്ളം വീഴൂലേ? പറഞ്ഞേ. എറുമ്പിന് ഇറവെള്ളം സമുദ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഉറുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു ജീവിയാണ്. നമുക്ക് ഈ മുറ്റത്തുള്ള വെള്ളം, നമ്മൾ വലിയവരായോണ്ട് മുറ്റത്തുള്ള വെള്ളം നമുക്ക് വിഷയമല്ല, നമ്മൾ അതിൽ ചവിട്ടിയിട്ട് അപ്പുറത്തേക്ക് പോവും. ഉറുമ്പ് എങ്ങനെയാണ്? അതിൽ കിടന്ന് ഇങ്ങനെ ഒഴുകി പോവും അല്ലെ? അതന്നെ. അപ്പൊ ഉറുമ്പിന് ഇറവെള്ളം സമുദ്രം എന്ന് പറഞ്ഞാല് നിസാരന്മാർക്ക് എന്താണ്? അതന്നെ, നമ്മളുടെ നിസാര കാര്യം ചെറിയവർക്ക് എന്താണ്? വലുതാണ് അല്ലെ? വലിയതാണ്. അപ്പോ ചെറിയവർക്ക്, ഉറുമ്പ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ജീവിയാണ്, എറവെള്ളം ഒരു നിസാരമായ കാര്യമാണ്. ചെറിയവർക്ക് നിസാര കാര്യം എന്താണ്? വലുത് തന്നെയാണ് എന്നുള്ളതാണ്. ശരി, ഇനി ഊട്ടിൽ ഉണ്ട് തോട്ടിൽ കൈ കഴുകുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഊട്ടെന്ന് പറഞ്ഞാൽ പ്രസാദൂട്ട് ഉണ്ടാവില്ലേ അമ്പലങ്ങളില് പള്ളികളിലൊക്കെ? ആ പ്രസാദൂട്ടി പോയിട്ട് ചോറുണ്ണ, എന്നിട്ട് എവിടെയെങ്കിലും അടുത്തുള്ള തോട് കാണുമ്പോ അവിടെ കൈ കഴുകുക. പിന്നെ വൈകുന്നേരം ആകുമ്പോ അടുത്ത പ്രസാദൂട്ടിലൂടുന്ന കൈ കഴുകുക എന്ന് പറഞ്ഞാല് ഉത്തരവാദിത്തം ഉള്ള ആളാണോ ഉത്തരവാദിത്തം ഇല്ലാത്ത ആളാണോ?
ഉത്തരവാദിത്തം ഇല്ലാത്ത ആളാണ് അല്ലെ, നിരുത്തരവാദിയാണ്. നിരുത്തരവാദി. വീട്ടിലേക്ക് പണിയെടുത്ത് പൈസ കൊണ്ട് കൊടുക്കണം, വീട്ടിലുള്ളവർക്ക് ഭക്ഷണത്തിന് വക ഉണ്ടാക്കി കൊടുക്കണം എന്നൊന്നുമില്ല. ആള് സദ്യ കാണുമ്പോ ഭക്ഷണം കഴിക്ക്, കൈ കഴുകുക, കിടന്നുറങ്ങുക, വീണ്ടും തന്നെ. അപ്പൊ നിരുത്തരവാദിയാണ്, നിരുത്തരവാദി. അടുത്ത നോക്കിയേ, അച്ചാണി ഇല്ലാത്തേര് മുച്ചാൻ പോവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? അച്ചാണി അതായത് രഥചക്രങ്ങൾക്കൊക്കെ ആണികൾ ഉണ്ടാവും, അതില്ലെങ്കിൽ അതിന്റെ പേര് ചക്രമൊക്കെ ഊരിപ്പോവും അല്ലെ, ചക്രമൊക്കെ ഊരിപ്പോവും, പിന്നെ ആ തേരിന് സഞ്ചരിക്കാനേ പറ്റില്ല. അപ്പൊ അച്ചാണി ഇല്ലാത്തേര് മുച്ചാൻ പോവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതന്നെ, അടിസ്ഥാനം ഇല്ലെങ്കിൽ ആപത്ത്. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ആ ആണി, നമ്മളെ ദ്രൗപദി വിരലൊക്കെ ഇട്ട് കൊടുത്തില്ലേ പണ്ട്, ആണിക്കാൽ ഊരിപ്പോയിട്ട്, അറിയാലോ അത്. അപ്പൊ അച്ചാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചാണി ഇല്ലെങ്കിൽ അടിസ്ഥാനം ഇല്ലാത്തതാണ്, അടിസ്ഥാനം ഇല്ലെങ്കിൽ നമുക്ക് അപകടം ഉണ്ടാക്കും എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. അടിസ്ഥാനമില്ലെങ്കിൽ ആപത്ത് എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. ഒരു 5-6 സ്ലൈഡും കൂടി ഉണ്ട്, കുഴപ്പമില്ലാലോ, നമുക്ക് കവർ ചെയ്തിട്ട് പോയാ പോരെ? അതെ അതെ, അവരെന്താ ചോദിച്ചേ? 3 വരം. ശരി, അപ്പൊ ഒന്ന് നോക്കിക്കേ, നമുക്ക് ഇതും കൂടെ കവർ ചെയ്തിട്ട് പോവാം. വേഗം തീർക്കാം കേട്ടോ, വേഗം തീർക്കാം. പറഞ്ഞോ. അച്ചിക്ക് കൊഞ്ചുഭക്ഷം, നായർക്ക് ഇഞ്ചി ഭക്ഷം എന്ന് പറഞ്ഞാൽ എന്താ? അച്ചിക്ക് കൊഞ്ചാണ് ഇഷ്ടം, നായർക്ക് ഇഞ്ചിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെങ്ങനെയുള്ള കപ്പിൾസാ? നിങ്ങളുടെ പോലെ നല്ല സ്വരച്ചേർച്ചയുള്ള ഒരേ ടേസ്റ്റ് ഉള്ള കപ്പിൾസ് ആണോ, അതോ ഭിന്നാഭിപ്രായക്കാരാണോ? 9:30 ക്ലാസ് ഉണ്ടാ? ഇപ്പൊ എത്ര മണിയായി? 9 മണിയായി അല്ലെ. ഒരു കാര്യം ചെയ്യാം, ലീവ് നിങ്ങൾ വേണമെച്ചാല് ലീവ് ചെയ്തോ, ഞാൻ ഇതിന്റെ എല്ലാത്തിന്റെയും ഉത്തരം റെക്കോർഡ് പോലെ ഇതിൽ എഴുതിയിട്ടിട്ട് വിടാം. ലീവ് ചെയ്യേണ്ടവര് ലീവ് ചെയ്തോ കേട്ടോ, കുഴപ്പമില്ല, കുഴപ്പമില്ല. ഞാൻ എന്തായാലും ഇത് തീർത്തിട്ടേ പോണുള്ളൂ. ഇനിയിപ്പോ വേറൊരു ക്ലാസ് വെക്കാൻ ബുദ്ധിമുട്ടാണ്, ഇതിന് വേണ്ടിയിട്ട് കുറച്ചല്ലേ ഉള്ളൂ. അപ്പൊ അച്ചിക്ക് കൊഞ്ചുഭക്ഷം, നായർക്ക് ഇഞ്ചി ഭക്ഷം എന്ന് പറഞ്ഞാല് ഭിന്നാഭിപ്രായക്കാരാണ് അല്ലെ, ഭിന്നാഭിപ്രായക്കാരായ ദമ്പതികളാണ്, ഭിന്നാഭിപ്രായക്കാരായ ദമ്പതികൾ അല്ലെങ്കിൽ ആളുകൾ എന്നും പറയാം, ആളുകൾ. ശരി, ഇനി അങ്കവും കാണാൻ താളിയും ഓടിക്കാൻ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 2 കാര്യവും ഒരുമിച്ച് ചെയ്യുക എന്നാണ് അല്ലെ, 2 കാര്യവും ഒരുമിച്ച് ചെയ്യുക എന്നതാണ്. അന്നരം ചെന്നാലേ കിന്നരം പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദിലീപിന്റെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ? പടിവാതിലും തുറന്നു വന്നിരിക്കുക, കടവാതിൽ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വരും. അപ്പൊ ദിലീപ് പറയും, മോനെ ഉള്ളീന്ന് വരട്ടെ, ഉള്ളീന്ന് വരട്ടെ എന്ന് പറയും. അപ്പൊ ആ കുട്ടി പറയും, ഉള്ളിക്ക് എന്തെങ്കിലും ചെന്നാലല്ലേ ഉള്ളീന്ന് വരുള്ളൂ എന്ന് പറയും. അങ്ങനെ ഒരു ഡയലോഗ് കേട്ടിട്ടുണ്ടാ? അന്നരം ചെന്നാലേ കിന്നരം പാടൂ എന്ന് പറഞ്ഞാല് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ് അല്ലെ, ആവശ്യത്തിന് ഭക്ഷണം കഴിച്ചാലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഊർജം ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. അന്നരം ചെന്നാലേ കിന്നരം പാടൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഭക്ഷണം ചെന്നാലേ എന്തുണ്ടാവുള്ളൂ? നമുക്ക് പണിയെടുക്കാൻ ഊർജം ഉണ്ടാവുള്ളൂ അല്ലെ, പണിയെടുക്കാൻ അല്ലെങ്കിൽ ജോലി ചെയ്യാൻ ഊർജം ഉണ്ടാവുകയുള്ളൂ, അല്ലെങ്കിൽ ആരോഗ്യം ഉണ്ടാവുകയുള്ളൂ. കറക്റ്റ് ആണ്, ഊർജം ഉണ്ടാവുകയുള്ളൂ. അടിയിലേക്ക് പോണ്ട് തോന്നുന്നു, ഊർജം ഉണ്ടാവുകയുള്ളൂ. അടുത്തത് നമുക്ക് നോക്കാം. ആഴമറിയാതെ ആറ്റിലിറങ്ങരുത് എന്ന് പറഞ്ഞാൽ എന്താണ്? കാള പെറ്റെന്ന് കേൾക്കുമ്പോ കയറെടുക്കുക എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് ആഴമറിയാതെ ആറ്റിലിറങ്ങരുത് എന്നുള്ളതാണ്. അതായത് ഒരു കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ അതിൽ കയറി ഇടപെടരുത് എന്നുള്ളതാണ് അല്ലെ. ഒരു കാര്യത്തിന്റെ വാസ്തവം അല്ലെങ്കിൽ ഒരു കാര്യത്തിന്റെ വാസ്തവം തന്നെ പറയാം, ഒരു കാര്യത്തിന്റെ ആഴം അല്ലെങ്കിൽ വാസ്തവം മനസ്സിലാക്കാതെ ചാടി ഇറങ്ങരുത് എന്നുള്ളതാണ് അല്ലെ, ചാടി ഇറങ്ങരുത്. ശരി, ഇനി ഇരയിട്ട് മീൻ പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പം മീൻ പിടിക്കുന്ന സീസൺ ആണ് അല്ലെ. നമ്മൾ മീൻ പിടിക്കുമ്പോ ഞാഞ്ഞൂളിന് ഇട്ട് കൊടുക്കും, അല്ലെങ്കിൽ ചിലരെന്തൊക്കെയോ കുഴച്ചിട്ട്, സിബിൻസിറിയാക്കൊക്കെ എന്തോ കുഴച്ചൊക്കെ കൊണ്ടുപോകണം, അതിട്ടിട്ടാണ് മീൻ പിടിക്കുക. അപ്പൊ നമ്മൾ ചെറിയ ഇര ഇട്ട് കൊടുത്താലേ നമുക്ക് എന്തുള്ളൂ? വലിയ വലിയ മീനുകളെ നേട്ടമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇരയിട്ട് മീൻ പിടിക്കണം എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയ ചെലവ് ചെയ്താലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ? ചെറിയ ചെലവ് ചെയ്താലേ
വൻ നേട്ടം ഉണ്ടാവുകയുള്ളൂ. ശരിയല്ലേ? വൻ നേട്ടം ഉണ്ടാവുകയുള്ളൂ. നിങ്ങളെല്ലാവരും ഇപ്പൊ ഉറക്കവും ഊണും ഒക്കെ ഉപേക്ഷിച്ചിരുന്ന് പഠിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ടാ? വലിയ നേട്ടമായ PSC ജോലി നേടാൻ വേണ്ടിയിട്ടാണ് അല്ലെ? അപ്പൊ ചെറിയ ചെറിയ സാക്രിഫൈസ് ഒക്കെ നമ്മൾ ചെയ്താലേ നമുക്ക് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നതാണ്. ക്ലിയർ ആണോ? മൈദയാണ് അല്ലെ? സി ശരിയാണ്. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. കാറ്റുള്ളപ്പോൾ തൂറ്റണം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അവസരത്തിനനുസരിച്ച് അല്ലെ? അവസരം വരുമ്പോൾ ഇപ്പൊ നല്ല അവസരമാണ്, എക്സാമുകളുടെ ഒരു ഘോഷയാത്രയാണ്. ഇപ്പോഴാണ് നിങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് അല്ലെ? അവസരം വരുമ്പോൾ പ്രവർത്തിക്കണം എന്നുള്ളതാണ്. അവസരം വരുമ്പോൾ നന്നായി പ്രവർത്തിക്കണം. അടുത്തത് താണ നിലത്തെ നീരോടു എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? താണ നിലത്തെ നീരോടു എന്താ? താണ നിലത്തെ നീരോടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അതിന്റെ മീനിങ്? താണ നിലത്ത് നീരോടു നമ്മൾ പറയില്ലേ, ഒരു മാവുമല് നിറയെ മാങ്ങ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുനിഞ്ഞു 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 വരുന്ന, അതിന്റെ മീനിങ് എന്താ? താണ നിലത്തെ നീരോടു എന്ന് പറഞ്ഞാല് കറക്റ്റ് ഇതാണ്. അഹങ്കാരം പാടില്ല എന്നുള്ളതാണ് കേട്ടോ. അഹങ്കാരം പാടില്ല എന്നുള്ളതാണ്. അഹങ്കാരം ഇല്ലെങ്കിലേ അഭിവൃദ്ധി ഉണ്ടാകൂ. അഹങ്കാരമില്ലെങ്കിലേ അഹങ്കാരമില്ലെങ്കിലേ അഭിവൃദ്ധി ഉണ്ടാകൂ എന്നുള്ളതാണ്. താണ നിലത്തെ നീരോടു എന്ന് പറഞ്ഞാൽ അഹങ്കാരം ഇല്ലെങ്കിലേ അഭിവൃദ്ധി ഉണ്ടാകൂ എന്നതാണ്. നായ്ക്കോലം കെട്ടിയാൽ കുരയ്ക്കണം എന്ന് പറഞ്ഞാൽ എന്താ? ഞാനൊരു നായായിട്ട് വേഷം ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുരച്ചിരിക്കണം, അത് മസ്റ്റ് ആണ് അല്ലെ? എന്തായാലും ഞാൻ വേഷം കെട്ടി, അപ്പൊ എന്താണ്? തുനിഞ്ഞിറങ്ങിയാൽ, ഞാൻ തുനിഞ്ഞിറങ്ങിയതാണ് നായാവാൻ, പ്രവർത്തിക്കണം എന്നുള്ളതാണ് അല്ലെ? തുനിഞ്ഞിറങ്ങിയാൽ എന്ത് ചെയ്യണം? നമ്മൾ പ്രവർത്തിക്കണം. നമ്മൾ PSC പഠിക്കാൻ ഓൾറെഡി ഇറങ്ങിക്കഴിഞ്ഞു, അപ്പൊ മരിച്ചു പഠിക്കണം എന്നുള്ളതാണ്. നായ്ക്കോലം കെട്ടിയാൽ കുരയ്ക്കണം എന്ന് പറഞ്ഞാൽ തുനിഞ്ഞിറങ്ങിയാൽ പ്രവർത്തിക്കണം എന്നതാണ് കേട്ടോ. അടുത്തത് കരയ്ക്ക് നിന്ന് മീൻ പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കഷ്ടപ്പെട്ടാണ് മീൻ പിടിക്കേണ്ടത്. ഇത് കരയ്ക്ക് നിന്ന് മീൻ പിടിക്കുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? കൈ നനയാതെ മീൻ പിടിക്കുന്ന നമ്മൾ പറയില്ലേ, അതിനെന്തെന്നാ നമ്മൾ പറയാ? കഷ്ടപ്പെടാതെ എന്തുണ്ടാക്കണം? നേട്ടമുണ്ടാക്കുക എന്നതാണ് അല്ലെ? കഷ്ടപ്പെടാതെ നേട്ടമുണ്ടാക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ ഈ തൊഴിലാളികളൊക്കെ? ഇപ്പൊ ഒരാള് 10 തൊഴിലാളികളെ പണിയെടുക്കാൻ വിടും, അവർക്ക് 500 രൂപ കിട്ടും, അവർക്ക് 300 കൊടുത്തിട്ട് 200 രൂപ ഇയാൾ എടുക്കും അല്ലെ? വെയിൽ കൊണ്ട് പണിയെടുക്കുന്ന തൊഴിലാളികളാണ്, പക്ഷെ അതിന്റെ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് അവർക്ക് കിട്ടുന്ന അതേ എമൗണ്ട് തന്നെ ഇയാളും വാങ്ങിക്കും എന്നുള്ളതാണ്. കയ്യിൽ ജപമാല കക്ഷത്തിൽ കന്നക്കോൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ വ്യാജ സ്വാമിമാരൊക്കെ കണ്ടിട്ടില്ലേ? കുറെ ഭസ്മൊക്കെ തൊട്ട് ഇങ്ങനെ ധ്യാനിച്ചിരിക്കും, ഉള്ളിലിരിപ്പ് കംപ്ലീറ്റ് ഫ്രോഡ് ആയിരിക്കും. ജഗതി കണ്ടിട്ടില്ലേ? വൈകുന്നേരം ആകുമ്പോ ചിക്കൻ കാല് കടിച്ചു വലിക്കുന്നത് മറ്റേ സിനിമയില്. അതുപോലെ കയ്യിൽ ജപമാല കക്ഷത്തിൽ കന്നക്കോൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പുറമേ സന്യാസമാണ് അല്ലെ? പുറമേ സന്യാസമാണ്, ഉള്ളിലെന്താണ്? ഭോഷത്വമാണ്. അതായത് വൃത്തികേട്, സ്വഭാവം മനസ്സിലായല്ലോ? വൃത്തികേട് എന്നുള്ള രീതിയിലാണ് കേട്ടോ. പുറമേ സന്യാസം, ഉള്ളിൽ ഭോഷത്വം എന്നുള്ളതാണ്. അടുത്തേക്ക് നമ്മൾ പോവാണ്. സമയം പോയില്ലേ? കടന്നൽ കൂട്ടിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? കടന്നൽ കൂട്ടിൽ കല്ലിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മനഃപൂർവമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കലാണ് അല്ലെ? അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യലാണ്. കടന്നൽ കൂട്ടിൽ കല്ലിടുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കടന്നൽ കൂട്ടിൽ കല്ലിട്ടിട്ടുണ്ടെങ്കിൽ കടന്നൽ ഇളകി വന്ന് നമ്മളെ കുത്തും എന്നറിയാം. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുക എന്നതാണ്. റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ടോ? അതിൽ ഇങ്ങനെ ഒരു സീൻ ഉണ്ട്, അറിഞ്ഞുകൊണ്ട് കല്ലെറിഞ്ഞിട്ട് കടന്നലുകൾ ഇവരൊക്കെ ഓടിച്ചിട്ട് കുത്തുന്നത്. ഇനി എലി കരഞ്ഞാൽ, എലിയല്ല കേട്ടാ, എലി കരഞ്ഞാൽ പൂച്ച വിടുവോ? എലിയെ പൂച്ച പിടിച്ച് തിന്നാൻ പോവാണ്, അപ്പൊ എലി കരഞ്ഞെന്ന് വെച്ചിട്ട് പൂച്ച വിടുവോ? വിടില്ല അല്ലെ? അപ്പൊ അതെന്തായിരിക്കും അതിന്റെ മീനിങ്? പൂച്ച ബലവാനാണ് അല്ലെ? ബലവാന്മാർ ദുർബലരുടെ
കരച്ചിൽ കേൾക്കുവോ? ഇല്ല അല്ലെ. പൂച്ചയ്ക്ക് വയറ് നിറയെ എലിയെ തിന്നണം എന്നുള്ളതാണ് അതിന്റെ ലക്ഷ്യം. അതാണ്. അല്ലാണ്ട് എലിയുടെ കരച്ചിലൊന്നും അതിന് തടസ്സമല്ല. ബലവാന്മാർ ദുർബലരുടെ കരച്ചിൽ കേൾക്കില്ല അല്ലെങ്കിൽ ചെവിക്കൊള്ളില്ല എന്നതാണ്. 2 സ്ലൈഡും കൂടി ഉള്ളൂ. എലിക്കുഞ്ഞിനെ നെല്ല് കൊറിക്കാൻ പഠിപ്പിക്കണ്ട എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? എലിക്കുഞ്ഞിനെ നെല്ല് കൊറിക്കാൻ, ഒരു എലിയുടെ കുഞ്ഞിനെ നമ്മൾ എടുത്തിട്ട് ഇതിങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്നിട്ട് തിന്നണം കേട്ടോ, അങ്ങനെ നമ്മൾ പറയണോ? വേണ്ട അല്ലെ. ജന്മവാസനയാണ് അല്ലെ. അത് എലിയുടെ ജന്മവാസനയാണ്. ജന്മവാസന നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ജന്മവാസന പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലിൽ വീഴും എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലിൽ വീഴും. എനിക്കൊരു സ്റ്റുഡന്റ് ഉണ്ട്, അവനോട് എന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിലും അത് കറങ്ങി തിരിഞ്ഞ് അവന് ഫേവറായിട്ട് സംസാരിക്കും. അതായത് രസത്തിലാണ് സംസാരിക്കുക. എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലിലാണ് എന്ന് പറഞ്ഞാൽ എന്താ? എങ്ങനെ ഇട്ടാലും പൂച്ച 4 കാലിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എന്താപത്ത് വന്നാലും രക്ഷപ്പെടും എന്നുള്ളതാണ് അല്ലെ. അല്ലെങ്കിൽ അവസരത്തിനനുസരിച്ചിട്ട്, സന്ദർഭത്തിനനുസരിച്ച് അവനവന് എന്തായിട്ട്, അവനവന് ഗുണമായി പ്രവർത്തിക്കുക എന്നുള്ളതാണ് അല്ലെ. എങ്ങനെ ചെയ്താലും അവന് ഗുണായിട്ടേ വരുള്ളൂ എന്നുള്ളതാണ്. അടുത്തത് കണ്ടറിയാഞ്ഞാൽ കൊണ്ടറിയും. അത് ഇതിൽ തന്നെ ഉത്തരം എഴുതിയിട്ടുണ്ട്. കണ്ടറിയാഞ്ഞാൽ കൊണ്ടറിയും എന്ന് പറഞ്ഞാല് അറിഞ്ഞ് പ്രവർത്തിക്കാതിരുന്നാല് അനുഭവിച്ചറിയും എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ നമുക്കറിയാം, എന്തെങ്കിലും ഒരു കാര്യം നമുക്കറിയാം, അത് ചെയ്തില്ലെങ്കിൽ അപകടമാണ്, എന്നിട്ട് നമ്മൾ അത് ചെയ്യാണ്ടിരിക്കുകയാണ്. അപ്പൊ എന്ത് പറ്റും? നമുക്ക് അതിൽ നിന്ന് അപകടം പറ്റും. അടുത്ത നോക്കിയേ, എന്നും പകിട 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്? ഇങ്ങനെ കളിക്കുമ്പോ പകിട 12 എന്ന് പറയില്ലേ, അതായത് ജയം എന്നുള്ളതാണ്. എന്നും പകിട 12 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നും വിജയം എന്നുള്ളതാണ്. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും പകിട 12 ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ പഴഞ്ചൊല്ലിന്റെ ക്ലാസ് നമ്മൾ ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.